പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്ത് അബ്ദുള്ള ഫാറൂഖി, ബഹുമാനനായ ജനാബ് ഹമീദ് സാഹിബ് KMCC പ്രസിഡന്റ്, സുന്നി സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യ പണ്ഡിതൻ KV ഹംസ മൗലവി, ബഹുമാന്യരും ആദരണീയരുമായ ഇതിന്റെ മാനേജിംഗ് കമ്മിറ്റി മെമ്പർമാർ, ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തകർ, സുന്നി സെന്ററിന്റെയും KMCCയുടെയും ബഹുമാന്യരായ പ്രവർത്തകർ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ മഹാനായ റഈസുദ്ദൗല ഹാഫിളഹുല്ലാഹു വറഅ മഹാനവറുകളുടെ റമളാൻ അതിഥിയായി രണ്ടാം പ്രാവശ്യമാണ് വിനീതൻ ഇസ്ലാമിക് സെന്ററിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ ഈ നന്മയുടെ കവാടത്തിന് കാരണക്കാരനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അഭിമാനമായ അഖീൻ അൽ ഫാദിൽ ബഹുമാനനായ MA യൂസുഫ് അലി സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാം. ഈ റമളാനിൽ വിജ്ഞാന വിരുന്നുകളിലേക്ക് നമുക്ക് ഈ മലയാളികളുടെ സാന്നിധ്യം സഹകരിച്ച് നൽകുവാൻ, ഇത് അനുവദിച്ച് നൽകുവാൻ അദ്ദേഹം നൽകിയ സജീവമായ ഇടപെടലുകളെ ഇന്ന് ഹയ്യത്തു ശുഊനിൽ ഇസ്ലാമിയ്യത്തി വൽ ഔഖാഫ് അവർ നിശ്ചയിക്കുന്ന വിഷയങ്ങളിലാണ് 20 ദിവസം റമളാൻ അതിഥികളുടെ പ്രഭാഷണം നൽകുക. ഇന്ന് എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന വിഷയം മനുഷ്യത്വവും കാരുണ്യവും റമളാനിൽ എന്നതാണ്. വളരെയേറെ സാമൂഹിക പ്രസക്തിയുള്ള, ഇന്നത്തെ നമ്മുടെ സാഹചര്യം ഏറെ നമ്മോട് അനുവദിക്കുന്ന, ആവശ്യപ്പെടുന്ന, നമുക്കെല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയോ എന്ന് പല പ്രാവശ്യം നമ്മുടെ മനസ്സാക്ഷിയോട് പോലും ചോദിക്കേണ്ടി വരുന്ന ഒരു തലക്കെട്ടാണ് മനുഷ്യത്വവും കാരുണ്യവും നഷ്ടപ്പെട്ടു പോകുന്നു എന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. കൂടുതൽ സമയം ഞാൻ കളയുന്നില്ല, കാരണം സമയബന്ധിതമാണ് നമ്മുടെ സദസ്സ്. 20 മിനിറ്റാണ് എല്ലാ ദിവസത്തെയും പ്രഭാഷണത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നവരോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ട് 1 മണിക്കൂർ അവർ അനുവദിച്ചിട്ടുണ്ട്. ആ അനുവദിച്ച സമയത്തിന്റെ ഉള്ളിൽ ഇത് തീർക്കുക എന്നത് നമ്മുടെ ഒരു കടമ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ വൈകുന്നത് റമളാനിലെ നമ്മുടെ രാത്രിയുടെ ഇബാദത്തുകളെ ബാധിക്കുമെന്ന് കൂടി അറിയുക. പ്രഭാഷണമല്ല വലുത്, പ്രവർത്തനമാണ്. ഇന്ന് പ്രഭാഷണം ജാസ്തിയാണ്, പ്രവർത്തനം കമ്മിയാണ്. പ്രഭാഷണം നന്നായി ഇടതടവില്ലാതെ നടക്കുന്നുണ്ട്. അത് വെള്ളി നക്ഷത്രങ്ങളും സൂര്യ തേജസ്സുകളും ഒക്കെ എന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഗോപുരങ്ങളിൽ നിന്നും പ്രഭാഷണം നാനാഭാഗത്തു നിന്നുമുണ്ട്. പക്ഷേ പ്രവർത്തനമാണ് കമ്മി. ആ പ്രവർത്തനത്തിന്റെ കമ്മി നമ്മുടെ പരലോക ജീവിതത്തെ ബാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്തപ്പെടേണ്ടതാണ്. പകർത്തപ്പെടുന്ന അധ്യാപനങ്ങൾക്കാണ് പരലോകത്തിന്റെ പാരിതോഷികത്തിന് ഹിതകരമാവുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മനുഷ്യത്വവും കരുണയും റമളാനിൽ എന്ന ഒരു ശീർഷകത്തിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. സദസ്സ് പൂർത്തിയായി വരുന്ന സഹോദരങ്ങൾ നിശബ്ദമായി അതിൻ്റെ സൈഡ് ഭാഗങ്ങളിൽ നിൽക്കുക. ഇൻഷാ അല്ലാഹ് 1 മണിക്കൂറോടുകൂടി നമ്മുടെ സദസ്സ് ദുആയോടുകൂടി അവസാനിക്കും. 2 മണിക്കൂറൊന്നും പറഞ്ഞ് രാത്രി വല്ലാതെ വൈകേണ്ട കാര്യമില്ല. ഇടയത്താഴത്തിന് എഴുന്നേക്കണം. 11 മാസത്തെ ജീവിതത്തിന്റെ ശൈലിയിൽ നിന്ന് വിഭിന്നമായി രാവുകളും പകലുകളും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു ജീവിതത്തിന്റെ ക്രമപ്പെടുത്തലുകളുടെ പരിചയബോധ കൂടിയാണ് വിശുദ്ധമായ റമളാൻ. പക്ഷേ നമ്മുടെ റമളാൻ പകല് നഷ്ടപ്പെടുത്തിയ ആഹാരം രാത്രിയിൽ കഴിക്കുകയും രാത്രിയിൽ നഷ്ടപ്പെട്ട ഉറക്കം പകലിൽ ഉറങ്ങിത്തീർക്കുകയും ചെയ്യുന്ന, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കാൻ പറഞ്ഞ പടച്ച റബ്ബിനോടുള്ള പകതീർക്കലാണോ ഇഫ്താർ എന്ന് തോന്നുന്ന രീതിയിൽ ആഹാരങ്ങളുടെ വിഭവസമൃദ്ധമായ ഒരു ഘോഷയാത്രയുടെ മുമ്പിലാണ് ഫേസ്ബുക്കുകളിലും പേജുകളിലും നിറഞ്ഞു നിൽക്കുന്നത് റമളാൻ വിഭവങ്ങളാണ്. അവരവരുടെ തീന്മേശകളുടെ റമളാൻ വിഭവങ്ങളുടെ ആധിക്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അവരവരുടെ പ്രൗഢിയുടെയും പ്രതാപത്തിന്റെയും മാനദണ്ഡമായി എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന അനഭിലഷണീയമായ ഒരു ചിന്തകളുടെയും ഒരു ഭക്ഷണ സംസ്കാരത്തിന്റെയും നടുവിലാണ് നമ്മുടെ റമളാൻ കടന്നു പോകുന്നത് എന്നത് നമ്മെ എല്ലാവരെയും മാറ്റിത്തിരിപ്പിക്കേണ്ടതുള്ളതാണ്. അള്ളാഹു റമളാനിനെ നൽകിയത് എന്തിനായിരുന്നു? ഇഫ്താറിന് വേണ്ടി മാത്രമായിരുന്നോ എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ റമളാൻ അള്ളാഹുവും അവനും തമ്മിലുള്ള രഹസ്യമായ ഒരു കരാറ് പോലെ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ, അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ രാപ്പകലുകളിൽ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ രഹസ്യമായി സമർപ്പിക്കുന്ന ഒരു ഉടമ്പടി പോലെ തന്നെ റമളാനിലൂടെ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനോടുള്ള സാമീപ്യം ഉണ്ടാക്കിയെടുക്കുക. രണ്ടാമത് നിന്റെ സമീപത്തുള്ള മനുഷ്യന്റെ ദുഃഖങ്ങൾ നീ അറിയുകയും ചെയ്യുക. 2 പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് റമളാനിലുള്ളത്.
ഒന്ന് അള്ളാഹുവിലേക്ക് അത്തഖർറുബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു അന്നഭോഗാദികൾ വെടിയാൻ പറഞ്ഞപ്പോ അള്ളാഹുവേ ഏത് സമയത്ത് നീ വെടിയണമെന്ന് പറഞ്ഞാൽ അതിന് അടിമ തയ്യാറാണ് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഉറപ്പിച്ച് അതിലൂടെ അള്ളാഹുവിന്റെ യജമാനന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ വിനീത വിധേയത്വത്തോടെ നിൽക്കുന്ന അടിമയുടെ ഭാവഭൂവാദികളോടെ അള്ളാഹുവിലേക്ക് അടുക്കുക. രണ്ട്, നിന്റെ പട്ടിണിയിലൂടെയും നിന്റെ വിശപ്പിലൂടെയും നിന്റെ അടുത്തു നിൽക്കുന്നവന്റെ, മനുഷ്യന്റെ, നിന്റെ അയൽപക്കക്കാരന്റെ, നിന്റെ സഹകാരിയുടെ, നിന്റെ സഹചാരിയുടെ, നിന്റെ സഹപാഠിയുടെ ദുഃഖവും വേദനയും എന്ത് എന്ന് നീ മനസ്സിലാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് റമളാൻ? റമളാൻ കരുണയുടേതാണ്. ആരോടാണ് നാം കരുണ കാണിക്കേണ്ടത്? ആരോടാണ് നാം മനുഷ്യത്വം കാണിക്കേണ്ടത്? മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കരുണ പറ്റിപ്പോയൊരു സമൂഹത്തിന്റെ നടുവിലാണ് നാം നിലനിൽക്കുന്നത് എന്നത് ഈ റമദാനിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. പട്ടാപ്പകൽ മറയില്ലാത്തൊരു വീടിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് പാവപ്പെട്ടൊരു പെൺകുട്ടിയെ മാനഭംഗം ചെയ്ത് ആ മാനഭംഗത്തിനിടയിൽ മനുഷ്യൻ പോലും ക്രൂരതയോടെ നോക്കി നിൽക്കുന്ന അവളുടെ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഇരുമ്പിന്റെ ദണ്ടുകൾ കയറ്റി വൈകുന്നേരം ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന, ക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ടിട്ട് ഗുഹ്യഭാഗത്തുകൂടി ഇരുമ്പ് ദണ്ടുകൾ കുത്തിക്കയറ്റപ്പെട്ട് മരണത്തിന്റെ മുമ്പിൽ വിറങ്ങലിച്ച് രക്തത്തിൽ കമഴ്ന്നു കിടക്കുന്ന മകളെ നോക്കി ഒരു അമ്മ പൊട്ടിക്കരയുമ്പോ ഓടി വന്ന ആളുകളുടെ മുമ്പിൽ, ഭരണാധികാരികളുടെ മുമ്പിൽ, ഒരു കൊളുത്തുള്ള ഒരു വാതിൽ എന്റെ വീടിനുണ്ടായിരുന്നെങ്കിൽ എന്റെ മകൾക്ക് ഈ ഗതി വരുമായിരുന്നില്ല എന്ന് മലയാളത്തിന്റെ ഒരു അമ്മ മനസ്സാക്ഷി മരവിക്കാത്തവരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ പെരുമ്പാവൂരിലെ പാവപ്പെട്ട ദളിത് പെൺകുട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ മാനത്തിന്റെ മുമ്പിലാണ് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയവൻ, കരുണ നഷ്ടപ്പെട്ടു പോയവൻ, ആ പെണ്ണിനെ കൊലക്കയറിലേക്ക് മരണത്തിലോട്ട് പറന്നു വിട്ടവന് മനുഷ്യത്വം ഉണ്ടായിരുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. പൂട്ടിയിടാൻ കഴിയുന്ന ഒരു വാതിൽ ഈ കൊച്ചു വീടിനുണ്ടായിരുന്നുവെങ്കിൽ എന്റെ മകൾ ഇന്ന് എന്റെ കൂടെ മടിത്തട്ടിൽ ജീവിക്കുമായിരുന്നു എന്നൊരു അമ്മ കരഞ്ഞു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഷ്ഠാനങ്ങളും ആരാധനകളും വെറും പ്രകടനപരതയായി മാറുകയും വിശുദ്ധമായ മതത്തിന്റെ മൂല്യങ്ങൾ മനുഷ്യനെ സേവിക്കുന്നതിന് പകരം മനുഷ്യനെ ഹനിക്കുന്ന, അവനെ കൊല്ലുന്ന, അവന്റെ അഭിമാനത്തെ പിച്ചു ചീന്തുന്ന മനുഷ്യത്വവും കരുണയും നഷ്ടപ്പെട്ടു പോയൊരു ലോകമായി മാറിപ്പോവുകയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ റമളാനിന്റെ ഇബാദത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? 30 ദിവസം പട്ടിണിയിട്ട് നോമ്പ് പിടിച്ച് അവസാനം പെരുന്നാളിന്റെ പൊന്നമ്പിളി തിങ്കൾ കല പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാണുമ്പോ അല്ലാഹു അക്ബർ എന്ന് 30 ദിവസത്തെ പട്ടിണിക്ക് ശേഷം പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വിലയറിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നീ പുത്തനുടുപ്പുകളുമായി പെരുന്നാളിന് പള്ളിയിലേക്ക് പോകുമ്പോ ആ സമയത്ത് 2 കിലോ 400 ഗ്രാം അരി പള്ളിയിലെ മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് 30 ദിവസം കൊണ്ട് നീ അറിഞ്ഞ വിശപ്പിന്റെ വിളിയുടെ ആധിക്യം അറിയുന്ന പാവപ്പെട്ടവന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടേ നിന്റെ പെരുന്നാളിന്റെ ആഘോഷത്തിന് പടച്ചറപ്പിന്റെ മുമ്പിൽ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്ത, നോമ്പ് പിടിക്കാൻ മാത്രമല്ല, പെരുന്നാൾ ആഘോഷിക്കണമെങ്കിൽ ഫിത്ർ സക്കാത്തിന്റെ അരി, ഫിത്ർ സക്കാത്തിന്റെ വിഹിതം പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പിന്തിക്കൽ കറാഹത്തൻ. അത് പാടില്ല. എന്തുകൊണ്ട്? നീ അറിഞ്ഞ കരുണ, നീ അറിഞ്ഞ മനുഷ്യത്വം നിന്റെ അയൽപക്കത്തുള്ളവന് കൊണ്ടുപോയി കൊടുക്കണം അരി. എന്നിട്ട് പറയണ, സഹോദര, ഇത്ര നാൾ നീ അനുഭവിച്ച വിശപ്പ് എന്തെന്ന് 30 ദിവസം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞു. വിശപ്പിന്റെ വിളി എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞ വ്രതത്തിലൂടെ 30 ദിവസം ഞാൻ വിശപ്പഹിച്ചപ്പോ ഉച്ചയ്ക്കെന്റെ കാലുകൾ നടക്കാൻ കഴിയാതെ, വൈകുന്നേരം എന്റെ തൊണ്ട വരണ്ടപ്പോ, എനിക്കെന്റെ ജോലി ചെയ്യാൻ കഴിയാതെ തളർന്നു കിടന്നപ്പോ എന്റെ അയൽപക്കത്ത് നീ ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് വർഷങ്ങൾ തള്ളി നീക്കിയതെന്ന് ഞാൻ എന്റെ റമളാനിലൂടെ തിരിച്ചറിഞ്ഞു സഹോദര. അതുകൊണ്ട് നീ ഇത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് പെരുന്നാളിന്റെ ആഘോഷം നിന്റെ ആത്മീയതയുടെ ആഘോഷമാകണമെങ്കിൽ നീ ആ പാവപ്പെട്ടവന്റെ മുമ്പിൽ കൊണ്ടുപോയി അവന് ഒരു ദിവസം, പെരുന്നാളിന്റെ ദിവസം ഭക്ഷണം കഴിക്കാനുള്ള വിഹിതം കൊടുത്താലേ നിന്റെ നോമ്പ് അള്ളാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞത്, എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നതാണ് ഈ കരുണയുണ്ടാവണം. ആരോടാണ് കരുണയുണ്ടാവേണ്ടത്? എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബയുടെ അവസാനം, എല്ലാ വെള്ളിയാഴ്ചയും രണ്ടാമത്തെ ഖുത്ബ അവസാനിക്കുന്നത് ഒരു ആയത്തോടു കൂടിയാണ്.
എന്താണ് ആയത്തിന്റെ അർത്ഥം? നമുക്ക് ആയത്ത് കേട്ടാൽ നമുക്കറിയാം പള്ളിക്കകത്ത് കയറാനുള്ള സിഗ്നലാണെന്നാണ് നമ്മൾ കരുതിയത്. ഹൗദിന്റെ കരയിൽ സയ്യിദ് ദുഖാനി കാജാബീഡിയും വലിച്ചിരിക്കുന്ന ആളുകൾക്ക് നിസ്കാരം തുടങ്ങാറായി, അതുകൊണ്ട് പള്ളിക്കകത്തോട്ട് കയറണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരിക്കൽ വരുന്നവൻ, മുറ്റത്ത് നിസ്കരിക്കുന്നവൻ പള്ളിക്കകത്ത് കയറണമെന്ന സിമ്പലായിട്ടാണ് ആ ആയത്തിനെ നമ്മൾ ഇതേവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. റമദാനിൽ മാത്രം വരുന്നവർ നമ്മളൊക്കെ എന്താണ്, നാളെ റമദാൻ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, മറ്റന്നാൾ രാവിലെ മനോരമ പത്രം നിങ്ങൾ നോക്കിക്കോളീൻ, അല്ലെങ്കിൽ നാട്ടിലെ പത്രം ഒന്ന് നിങ്ങൾ നോക്കിക്കോളീൻ. വലിയ ചിത്രം റമദാൻ വിശേഷങ്ങൾ. റമദാനിലെ ആദ്യത്തെ ജുമയിൽ പള്ളിയിൽ കൊള്ളാതെ വിശ്വാസികൾ റോഡിൽ നിസ്കരിക്കുന്ന ഫോട്ടോ. അത് കാണുമ്പോൾ നമ്മളൊക്കെ പറയും റമദാനിൽ ആളുകൾക്ക് തഖ്വ കൂടി. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. ആ ചിത്രം നമ്മോട് പറയുന്നത് വേറൊന്നാണ്. റമദാനിലെ ആദ്യത്തെ ജുമയിൽ മഹല്ലിലെ പള്ളി നിറഞ്ഞിട്ട് ആളുകൾ റോഡിൽ നിസ്കരിച്ചാൽ അതിന്റെ അർത്ഥം റമദാൻ അല്ലാത്ത മാസത്തിൽ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ വരാത്ത ആളുകൾ ആ മഹല്ലിൽ ഉണ്ട് എന്നാണ് ആ ചിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്. അല്ലേ? നമ്മൾ ഊറ്റം കൊള്ളുകയാൻ. എന്താണ് ഇപ്പൊ മുസ്ലിങ്ങളുടെ തഖ്വ? പണ്ടത്തെ പോലെയല്ല. ആ ചിത്രം നമ്മോട് പറയുന്നത് റമദാൻ അല്ലാത്ത മാസങ്ങളിൽ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ വരാത്ത ആളുകൾ ആ നാട്ടിലുണ്ട് എന്നാണ് ആ ചിത്രം നമ്മളോട് പറയുക. എല്ലാ ദിവസവും റമദാൻ ഖുത്ബയുടെ അവസാനം ഒരു ആയത്തുണ്ട്. എന്താണ് ആയത്ത്? യഥാർത്ഥത്തിൽ അതാണ് മതം. ഞാൻ പറയുന്നു ആ ആയത്താണ് മതം. മതത്തിന് വേറൊരു നിർവചനം ആവശ്യമില്ല. അടിവരയിട്ട് നിങ്ങൾ പഠിച്ചോളീൻ, അടിവരയിട്ട് പറഞ്ഞോളീൻ. എന്താണ് ഇസ്ലാം എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, ഒരു ക്രൈസ്തവൻ, ഒരു ഹൈന്ദവൻ, ചെറുപ്പക്കാരികളെ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നിസ്കാരമാണ്, നോമ്പാണെന്ന് പറയണ്ട. അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ ആയത്ത് ഇതാണ് ഇസ്ലാം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇലുകും ലഅല്ലകും തദക്കറൂൻ. ഇതാണ് മതം. മതത്തിന് വേറെ നിർവചനമേ വേണ്ട. ആധുനിക ലോകത്തോട് പറഞ്ഞു കൊടുത്തോളീൻ എന്താണ് മതമെന്ന് ചോദിച്ചാൽ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഏകനായ പടച്ച തമ്പുരാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, ഏകനായ അല്ലാഹു നിങ്ങളോട് നിർമ്മിതമായി പറയുകയാണ് യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നിങ്ങൾ എല്ലാവരോടും നീതി കാണിക്കണേ, ഒരാളോടും നിങ്ങൾ അനീതി കാണിക്കരുത്. വൽ ഇഹ്സാൻ, എല്ലാവരോടും നിങ്ങൾ ഗുണകാംക്ഷികളായി മാറണേ. ശത്രുവിന് പോലും ഗുണം വരണമെന്ന് കരുതുന്നവനാകണം യഥാർത്ഥ മുസ്ലിം. എല്ലാവരോടും നിങ്ങൾ ഗുണകാംക്ഷികളാകണേ. ഒരാൾ പോലും നശിച്ചു കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ഇഹ്സാനിന്റെ അർത്ഥമേടെന്നറിയോ? എല്ലാവരോടും ഗുണകാംക്ഷയുള്ളവനാവുക, എല്ലാവർക്കും നന്മ നൽകണമെന്ന് കരുതുക എന്ന് മാത്രമല്ല വഇതാഇ ദിൽ ഖുർബാ, നിന്റെ ബന്ധുക്കളായ നിന്റെ സഹോദരങ്ങളായ ആളുകൾ പട്ടിണിയിലും വിഷമത്തിനുമാണെങ്കിൽ വഇതാഇ ദിൽ ഖുർബാ, അല്ലാഹു നിനക്ക് നൽകിയതിൽ നിന്ന് സാധുക്കളായ നിന്റെ ബന്ധുജനങ്ങൾക്ക് നീ ചെലവഴിക്കണേ. ഒരേ വാപ്പയുടെ മാതാപിതാക്കളുടെ മക്കൾ തമ്മിലെ സാമ്പത്തികത്തിൽ ഏറ്റ വ്യത്യാസമുണ്ടാവാം. നീ നല്ല സൗകര്യത്തിൽ കഴിയുമ്പോ നിന്റെ കുടുംബാദികളിൽ ആരെങ്കിലും പട്ടിണിയിലാണെങ്കിൽ, ആരെങ്കിലും ബുദ്ധിമുട്ടിനാണെങ്കിൽ അവരോട് നീ സഹായം ചെയ്യണേ, നീ അവരോട് സഹായം ചെയ്യണേ. എന്ന് മാത്രമല്ല വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി, എല്ലാ അശ്ലീലമായ കാര്യങ്ങളിൽ നിന്ന്, എല്ലാ വെറുക്കപ്പെട്ട കാര്യത്തിൽ നിന്ന്. അശ്ലീലം നിങ്ങൾ ചെയ്യരുത്, വെറുക്കപ്പെട്ട കാര്യം നിങ്ങൾ ചെയ്യരുത്. വൽ ബഗി, അക്രമികളോട് നിങ്ങൾ സന്ധി കാണിക്കരുത്. ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമായ മതമാണ്. ആ മതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോ എല്ലാ വെള്ളിയാഴ്ചയും അവസാനം ഓതുന്ന ആയത്ത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വഇതാഇ ദിൽ ഖുർബാ. സാധുക്കളായ പാവങ്ങളായ നിന്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നീ സഹായിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ മാതാപിതാക്കളുടെ മക്കളായിരിക്കാം, നിന്റെ സഹോദരങ്ങളെ ജീവിതത്തിൽ ഇപ്പോഴും കഷ്ടപ്പെടുന്നവരായിരിക്കാം. ചേട്ടൻ അല്ലാഹു സാമ്പത്തികം നന്നായിട്ടുണ്ടാവാം, നിന്റെ സഹോദരി അവരുടെ മക്കളെ കെട്ടിക്കാൻ പാടുപെടുന്നുണ്ടാവാം. ആ സമയത്ത് കോടികൾ
വലിച്ചെറിഞ്ഞ് നിന്റെ മക്കളുടെ വിവാഹം ആർഭാടത്തോടെ നടത്തുകയും നിന്റെ കുടുംബത്തിൽപ്പെട്ടവർ, നിന്റെ ബന്ധുമിത്രാദികൾ അവരുടെ മക്കളെ കെട്ടിക്കാൻ കടം വാങ്ങേണ്ട ഒരു സാഹചര്യം വന്നാൽ പടച്ചറപ്പിന്റെ മുമ്പിൽ നീ സമാധാനം പറയേണ്ടി വരുമെന്ന്. വആതിൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബിനസ് സബീലി വലാ തുബസിർ തബ്ദീറാ. നരകമല്ല ഞാൻ പറയുന്നത്, നരകത്തിലേക്കുള്ള വഴിയാണ് പറയുന്നത്. നരകത്തിന്റെ തീയെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. നരകത്തിന്റെ പാമ്പുകളെ കുറിച്ച് പറഞ്ഞാൽ പേടിയാണ്. ഞാനിപ്പോ പറയുന്നത് നരകത്തിന്റെ തീയെക്കുറിച്ചല്ല, നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വഴികളെ കുറിച്ചാണ്. മാ സലകകും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇമു മിസ്കീൻ വകുന്നാ നഖൂലു മഅൽ ഖായിലീൻ. നാളെ സക്കർ എന്ന നരകത്തിൽ കിടന്ന് ഗതികെട്ട ആളുകളോട് നിങ്ങൾ എങ്ങനെയാണ് നരകത്തിൽ വന്നതെന്ന് ചോദിക്കുമ്പോ അവര് പറയുന്ന രണ്ട് കാരണങ്ങളിൽ ഒരു കാരണം, ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല, ഞങ്ങൾക്ക് കിട്ടിയ സമ്പത്ത് കൊണ്ട് ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ ആർഭാടത്തിന് വേണ്ടി ചെലവഴിക്കുകയും അവനവന്റെ വീടുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെടുകയും എന്റെ തൊട്ടടുത്ത് കിടന്ന് ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരയിൽ അന്തി ഉറങ്ങുന്നവന് ഒരു നേരം മഴ നനയാതെ കിടന്നുറങ്ങാൻ ഒരു ഫിൽസ് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ദുനിയാവിന് കിട്ടിയതെല്ലാം ഞാൻ സ്വയം ആസ്വദിച്ചവനാണ്, അതുകൊണ്ടാണ് ഞാൻ നരകത്തിലെത്തിയതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഈ തീന്മേശയിലെ ആർഭാടങ്ങൾ, ഈ വിവാഹ പന്തലുകളിലെ ആർഭാടങ്ങൾ, നിന്റെ വീടിന്റെ ഹൗസ് വാമിങ് പോലും ഇന്ന് നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു വീട് വെച്ചിട്ട് അതിന്റെ ഹൗസ് വാമിങ് പോലും കല്യാണത്തിന് ആർഭാടത്തെക്കാൾ വെല്ലുന്ന പരിപാടികളാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ല പറയാണ്, നീ അമിതമായ ധൂർത്ത് കാണിക്കരുത്. ആ ധൂർത്തിനു വേണ്ടി നീ ഉപയോഗിക്കുന്ന പൈസ അത് നിന്റെ പാവപ്പെട്ടവർക്ക് നീ ദാനം ചെയ്യണേ. അള്ളാഹു ബോധം തരട്ടെ. ആമീനില്ല, പൊള്ളണ വിഷയം. ആമീനില്ല. ഖബർ നരകവും പറഞ്ഞ എല്ലാവർക്കും ആമീനുണ്ട്. റബ്ബെ രക്ഷപ്പെടുത്തണേ അല്ല. ഇത് നരകമല്ല, നരകത്തിലോട്ട് കൊണ്ടുപോണ വിഷയമാണ്. അതുകൊണ്ട് ആമീനില്ല. അവനവന് പൊള്ളണ കാര്യം പറയാൻ പാടില്ല. ഇല്ല സഹോദരങ്ങളെ, ഇത് ഖുർആനാണ്. ഇതാരുടെയെങ്കിലും തൃപ്തിക്ക് വേണ്ടി പറയേണ്ടതല്ല. അള്ളാഹു പറയുന്നു, നിന്നെ ആർഭാടം കുറയ്ക്കണം, എന്നിട്ട് അതിന്റെ ഭാഗം നീ എടുത്ത്. എല്ലാ ഉസ്താദന്മാരും അത് പറയും, നിങ്ങളുടെ കല്യാണത്തിൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയൊക്കെ വേണ്ടാത്ത ചെലവുകളൊക്കെ കുറച്ചിട്ട് അതിൽ നിന്നൊരു 10 പേർക്ക് ഭക്ഷണം കൊടുക്കീൻ. ഇത് ഉസ്താദന്മാരെ വകയല്ല ഖുർആൻ. പാവപ്പെട്ടവന് കൊടുക്കാതെ നീ അമിതമായി എന്താ വേണ്ടാത്തത്? അത് നേരത്തെ നിർത്തണോ? ഖബറും കഫന്നുണിയും പറഞ്ഞു ഇച്ചിരി കരയിപ്പിച്ച എല്ലാവർക്കും ഒരു പ്രശ്നവും ഇല്ല. സഹോദരങ്ങളെ, രക്ഷപ്പെടണ്ടേ? നമുക്ക് രക്ഷപ്പെടണ്ടേ? നമ്മൾ പരസ്പരം അങ്ങോട്ടും പറഞ്ഞും ചിരിച്ചും പോവാനുള്ളവരാണോ? ജീവിതമൊക്കെ ഏതാണ്ട് ഒരു അവസാന ഘട്ടത്തിലോട്ടൊക്കെ എത്തിയില്ലേ? ഒരു പുരുഷായുസിന്റെ അർദ്ധപകുതി കഴിഞ്ഞു, ഇനി ഒരു അർദ്ധപകുതിയെങ്കിലും അള്ളാഹുടെ മുമ്പിലാവണ്ടേ? ആ ഒരു ചിന്ത നമുക്ക് വേണ്ടേ? അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. പണം കൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഖാറൂൻ രക്ഷപ്പെടേണ്ടവനായിരുന്നില്ലേ? ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. സമ്പത്ത് കൊണ്ട് ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടേണ്ടത് ഖാറൂനല്ലേ? രക്ഷപ്പെട്ടില്ലല്ലോ അയാൾ. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ നിഅമത്താണ് അത് എന്ന സത്യം ഖാറൂൻ മറന്നുപോയി. ഇത് അള്ളാഹുവിൻ്റെ നിഅമത്താണ് എന്ന് മനസ്സിലാക്കുക. മാഷാ അല്ലാഹ്. അതങ്ങനെയൊക്കെ ഇരിക്കട്ടെ, എൻ്റെ പ്രസംഗത്തിൻ്റെ ഇത് കളയത്. എല്ലാവരും ഒന്ന് അടുത്തിരിക്കും. എല്ലാവരും ഒന്ന് അടുത്തിരിക്കും. ഇൻഷാ അല്ലാഹ് 23-ാം തീയതി നമ്മുടെ നാഷണൽ തിയേറ്ററിലുണ്ട് പരിപാടി. അത് നമുക്ക് എല്ലാ സൗകര്യം ഇതിനേക്കാളുണ്ട്. നമുക്ക് ധാരാളമായിട്ട് സംസാരിക്കും. 23-ാം തീയതി വ്യാഴാഴ്ച. മതി. എല്ലാവരും ഒന്ന് അടുത്തിരിക്കും. അപ്പോൾ അവിടെ സ്ഥലം ഉണ്ടാകും. 2 പേർക്ക് ഇരിക്കുന്ന സ്ഥലം 3 പേർക്ക് മതിയാവും. ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി ഫഫ്സഹൂ യഫ്സഹില്ലാഹു ലക്കും. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി, നിങ്ങളൊരു മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ പരമാവധി വിശാലതയിൽ ആളുകൾക്ക് സൗകര്യം കൊടുക്കണേ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ ഫഫ്സഹൂ, നിങ്ങൾ അങ്ങനെ വിശാലത ചെയ്തു കൊടുക്കണേ. നന്നായിട്ടൊന്ന് കേറിയിരിക്കാൻ പറഞ്ഞിട്ട് കസേരയിൽ അനങ്ങാതെ ഇരിക്കുന്നവൻ ഖുർആന്റെ നിർദ്ദേശത്തിന് വിരുദ്ധം പ്രഖ്യാപിച്ചവനാണ്. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ മര്യാദയാണ്. ഫഫ്സഹൂ, വിശാലത ചെയ്യണേ. നിങ്ങൾ അടുത്തിരുന്നാൽ യഫ്സഹില്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് വിശാലത ചെയ്തു തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് വിശാലത ചെയ്തു തരട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു നമുക്ക് വിശാലത ചെയ്തു തരട്ടെ. ഇത് ഖുർആനാണ്. നിങ്ങളൊന്ന് അടുത്തിരിക്കുന്നു പറയുന്നു ഖുർആനാണ്. ഇതൊന്നും അഹമ്മദ് കബീർ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് പറയണല്ല. ഇപ്പൊ തോന്നിയൊരു കാര്യം പറഞ്ഞതാണ്. ഇതാ ഖീല ലക്കും തഫസ്സഹൂ ഫിൽ മജാലിസി, മജ്‌ലിസിൽ നിങ്ങളൊന്ന് അടുത്തടുത്തിരിക്കീൻ, ആളുകൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഫഫ്സഹു, നിങ്ങൾ അടുത്തിരിക്കണം. കസേര നനക്കാൻ പറഞ്ഞ ഞാൻ അനക്കൂല, വേണമെങ്കിൽ അവൻ അനക്കട്ടെ എന്ന് കരുതിയാൽ അവൻ ഖുർആനിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധം പ്രഖ്യാപിച്ചവനാണ്. അവനെക്കുറിച്ചാണ് പറയുന്നത്, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇവിടെ നോക്കി. മഗ്‌രിബ് മുഴുവൻ ഈ കുടിയെല്ലാം കുടിച്ചിട്ട് ഇനിയും ഇപ്പൊ വെള്ളം കൊടുക്കുക. നമ്മുടെ നാട്ടിലെയൊക്കെ പള്ളിയിൽ എപ്പോഴും കാണാം, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഇക്കാമത്തിന് പിന്നെ 10 മിനിറ്റ് ഉണ്ടാവും. സാധാരണ റമദാൻ അല്ലാത്ത മാസത്തിൽ മഗ്‌രിബ് നിസ്കാരം ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ ഇക്കാമത്ത് കൊടുക്കും, നിസ്കരിക്കും. റമദാൻ ആയാൽ ബാങ്ക് വിളിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഇക്കാമത്ത് കൊടുക്കും. എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ഇരുന്ന് തിന്നാനുള്ളത് നോമ്പുറയ്ക്ക് ഇവിടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് നോമ്പുറയ്ക്ക് കഴിച്ചവരല്ല. ഇനി പിന്നകത്ത് വെള്ളമൊക്കെ പിന്നെ അതിനുള്ള സ്വാദായില്ല. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും പറയും, സഹോദരിമാരൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 100 പവന് 200 പവനും ഒക്കെ ഇടുമ്പോ അതിൽ നിന്നൊരല്പ ഭാഗം മാറ്റിവെച്ചൊരു പാവപ്പെട്ട കുട്ടിക്ക് 1 പവൻ. ഇന്ന് നമ്മുടെയൊക്കെ നാടുകൾ ജുവലറികളിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, പണ്ടൊക്കെ നാടുകൾ ജുവലറിയിൽ ത്രാസ് ഉണ്ടായിരുന്നു. ആ ത്രാസിന്റെ കട്ടി ഈ നഖത്തിന്റെ അത്രയുള്ള ചെറിയ സാധനം പോലെയുണ്ട്, 1/2 മില്ലി. തട്ടാൻ ഇങ്ങനെ പിടിച്ചിട്ട് ഈ നഖത്തിന്റെ കനവുള്ള കട്ടി എന്നല്ലേന്ന് പറയാ, ആ സാധനം അതിനകത്തോട്ടിട്ട് ഇങ്ങനെ മീസാനെന്ന ത്രാസി നോക്കണമാതിരി നോക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ ജുവലറികളിലെ ത്രാസ് തന്നെ മാറി. ഒട്ടുപാലും റബ്ബർ ഷീറ്റും തൂക്കണ ത്രാസാണ് നമ്മുടെ ജുവലറികളിൽ. കാരണം 20 കിലോ, 30 കിലോ, 40 കിലോ. ഇതിൽ നിന്നൊക്കെ അള്ളാഹു അനുഗ്രഹം ചെയ്തതിൽ നിന്ന് നിങ്ങൾ ചെയ്തോളീൻ. പക്ഷേ ആ ഭാഗത്തുനിന്ന് സ്വാർത്ഥനാവരുത്. നിങ്ങൾ അതിൽ നിന്നൊരു ഭാഗം പാവപ്പെട്ടവന് കൊടുക്കാതെ നിങ്ങൾ ആഡംബരം കാണിക്കാൻ പാടില്ല. ഇത് അഹമ്മദ് കബീർ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് പറഞ്ഞതല്ല, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. وآتِ القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا. നിങ്ങളുടെ ബന്ധുക്കളായ സാധുക്കൾക്ക് അവർക്ക് അർഹതപ്പെട്ടത് നിങ്ങൾ അവർക്ക് സദഖ ചെയ്യണേ. വൽ മിസ്കീന വബിനസ് സബീൽ, സാധുക്കൾക്കും അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിതം ചെലവഴിക്കുന്നവർക്കും കൊടുക്കാനുള്ള ഹക്കിന് നിങ്ങൾ കൊടുക്കാതെ വലാ തുബദിർ തബ്ദീറാ, അല്ലാഹു നൽകിയ സമ്പത്ത് അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെലവഴിക്കരുത്. കാരണം ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. ഇന്നൽ മുബദ്ദിരീന, സാധുക്കൾക്കും പാവങ്ങൾക്കും അല്ലാഹു നൽകിയ സമ്പത്ത് മാറ്റിവെക്കാതെ അവനവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും അവനവന്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി മാത്രം അവനവന്റെ പാർപ്പിടത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നവൻ അവൻ പിശാചിന്റെ സഹോദരനാണ്, അവൻ ഇബ്ലീസിന്റെ സഹോദരനാണ്. കാരണം എന്തെന്നറിയോ? ഞാൻ ഖുർആനിന്റെ ആയത്തിന്റെ അർത്ഥം അതേപടി എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്. ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും ഒരു തിരുത്തുണ്ടായാലോ? അല്ലാഹു പറയുകയാണ്, വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ.
അറിയാതെ അവന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് സമ്പത്ത് നൽകി എന്ന് പറഞ്ഞാൽ അവനാണ് സമ്പന്നനെയും സൃഷ്ടിച്ചത്, അവനാണ് പാവങ്ങളെയും സൃഷ്ടിച്ചത്, അവനാണ് സമ്പത്ത് കൊടുക്കുന്നത്. കിട്ടുന്നതെല്ലാം പടച്ചറപ്പിന്റെ ഖജനാവിൽ നിന്നാണ്. അതവൻ ചിലർക്ക് വാരിക്കോരി കൊടുക്കും, ചിലർക്ക് അല്ലാഹു കൊടുക്കുമ്പോ കുറച്ചേ കൊടുക്കാറുള്ളൂ. പക്ഷേ അല്ലാഹുവിന്റെ നിഅമത്താണെന്ന് മനസ്സിലാക്കി വലൗലാ നിഅമത്തു റബ്ബി, അല്ലാഹുവിന്റെ നിഅമത്ത് നമുക്ക് കിട്ടിയിരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോവുക? പടച്ചറപ്പ് നൽകിയ അനുഗ്രഹമാണെന്ന് കരുതി അവൻ കൊടുക്കാൻ പറഞ്ഞവർക്ക് കൊടുക്കണേ. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നീയും പിശാചും തമ്മിൽ നന്ദികേടിന്റെ കാര്യത്തിൽ വ്യതിയാനമില്ല. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ, നീ റബ്ബിനോട് നന്ദികേട് കാണിച്ചവരാണ്, അല്ലാഹു നിനക്ക് നൽകിയതാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് നോമ്പെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ആരാധനയുടെ ആത്മീയമായ ഭാവങ്ങളെ ആത്മീയ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആത്മീയ ലോകത്തിന്റെ നേതാവേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് ഫീ റമളാന മിന റീഹിൽ മുർസലാ, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഹബീബായ നബി തങ്ങളെ റമളാനിൽ ദാനധർമ്മം ചെയ്ത ആളായിരുന്നു. ഒരു കാറ്റടിച്ചു വീശിയാൽ എവിടം വരെ എത്തുമോ അതിനേക്കാൾ വേഗതയിൽ അല്ലാഹു തനിക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ഏറ്റവും സദഖ ചെയ്ത നേതാവായിരുന്നു നമ്മുടെ നേതാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ സ്ത്രീത്വത്തിന്റെ നായികയായി മാറിയ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ആയിഷ റളിയല്ലാഹു തആല ഒരു ദിവസം സദഖ ചെയ്യാൻ തുടങ്ങി. 80,000 ദിർഹമാരോ ആയിഷ ബീവിയുടെ കയ്യിൽ കൊടുത്തു അത്രേ. അത് സദഖ ചെയ്ത് അവസാനം ഒരു ഫിൽസ് പോലും ബാക്കിയില്ലാതെ സദഖ ചെയ്തപ്പോ വളർത്തുപുത്രനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല വിവരമറിഞ്ഞു. കൂട്ടുകാര് ചോദിച്ചു, ഇന്ന് സുന്നത്ത് നോമ്പല്ലേ, നോമ്പ് തുറക്കാനൊരു കാരക്ക പോലും കയ്യിലില്ലല്ലോ. ഒരൊറ്റ ദിവസം 10,000 ദിർഹം കയ്യിൽ കിട്ടിയിട്ട് അവസാനം നോമ്പ് തുറക്കാൻ നേരത്തൊരു കാരക്ക പോലും കയ്യിൽ ബാക്കിയില്ലാതെ ആയിഷ ബീവി സദഖ ചെയ്തപ്പോ വേലക്കാരിയോട് പറഞ്ഞു അത്രേ, നീ എന്തേ എന്നെ ഓർമ്മിപ്പിച്ചില്ല? നോമ്പ് തുറക്കാനൊന്നും ഈ വീട്ടിലില്ലെന്ന് നീ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ ഒരു കാരക്കയെങ്കിലും ഞാൻ ബാക്കി വെക്കുമായിരുന്നുവല്ലോ. സഹോദരങ്ങളെ, സദഖ ഒരു ലഹരിയാണ്. ആ ലഹരിയിൽ സ്വന്തം വീടിന്റെ പട്ടിണി പോലും മറന്നു പോകുന്ന ലഹരിയാണ് സദഖ. ലഹരി കഞ്ചാവ് മാത്രമല്ല, ലഹരി മാദക മരുന്ന് മാത്രമല്ല, പെണ്ണു മാത്രമല്ല, സദഖ ഒരു ലഹരിയാണ്. ആ ലഹരിയിലേക്ക് ആത്മാവ് കടന്നു പോയപ്പോ സ്വന്തം വീട്ടിലെ അടുപ്പിൽ തീ പുകഞ്ഞിട്ട് ദിവസങ്ങളായെന്ന് ആയിഷ റളിയല്ലാഹു തആല മറന്നുപോയത്രേ. ഇതറിഞ്ഞു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആരോ പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു സുബൈറെ, ആയിഷ റളിയല്ലാഹു തആല അൻഹാ ആയിഷ ബീവിയുടെ വളർത്തുപുത്രനാണ്. മോനെ എന്നാണ് വിളിക്കുന്നത്. കാരണം ആയിഷ ബീവി ജീവിതത്തിൽ പ്രസവിച്ചിട്ടില്ലല്ലോ. ജീവിതത്തിന്റെ ദുഃഖം എന്തെന്ന് പഠിപ്പിക്കാനാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹാ ഉമ്മ എന്നുള്ള വിളി കേൾക്കാനുള്ള കൊതി കൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വളർത്തിയിട്ട് ഉമ്മ അബ്ദുല്ലാ എന്ന് പേരിട്ട് വിളിക്കുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹാ. ഈ മകൻ പറഞ്ഞു അത്ര, ഇതെന്തോന്ന് സദഖയാണിത്, ഇതൊരു വല്ലാത്ത സദഖ തന്നെ. അവർക്ക് ചില സമയത്ത് അങ്ങനെയാണ്. ആരോ വന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു അത്രേ, നിങ്ങളുടെ സദഖയുടെ കഥ കേട്ടപ്പോ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല നിങ്ങളെ ഇപ്രകാരം പറഞ്ഞെന്ന് പറഞ്ഞപ്പോ സഹോദരിമാരെ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു അത്രേ, ഓ അല്ലാഹിനെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനോട് ഞാൻ സംസാരിക്കില്ല. എന്റെ മുമ്പിൽ വന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്.
പിണങ്ങിയത് എന്തിനെന്നറിയോ? അപവാദം പറഞ്ഞിട്ടല്ല, ആഖിറത്തിന് വേണ്ടി താൻ ചെയ്ത സദക്ക കൂടി പോയെന്ന് പറഞ്ഞപ്പോ തന്റെ ഏറ്റവും അടുത്ത അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് തെറ്റിപ്പിരിഞ്ഞു ആയിഷ റളിയല്ലാഹു അൻഹാ. അവസാനം തെറ്റിപ്പിരിഞ്ഞത് ഗൗരവമായ നിറഞ്ഞപ്പോ വീട്ടിൽ വന്നിട്ട് മറയുടെ പുറകിലിരുന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീൻ, ആ സമയത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇബ്നു സുബൈറിനോട് മാപ്പാക്കണേ. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ച ചോദ്യമുണ്ട്, എന്റെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറെ നിനക്കെന്ത് കാര്യമാണുള്ളത്? എന്റെ ആഖിറമല്ലേ വലുത്, എന്റെ നരകമോചനമല്ലേ വലുത്? നമുക്കാർക്കും ഈ ഒരു ചിന്തയില്ലാതെ പോയല്ലോ. ഇടിക്കൂട്ടിലും മലന്ന് നിന്ന മല്ലന്മാര് കൈയുടെ മുട്ടിയുടെ വലിപ്പം കൊണ്ട് മലത്തി കിടത്തിയ മനുഷ്യനാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ബോക്സിംഗ് ഹെവി വെയിറ്റ് ചാമ്പ്യനാണ്. ലോകത്തോട് പറഞ്ഞത് വന്ന വിവേചനത്തിലും മനം നൊന്നിട്ട് തനിക്ക് കിട്ടിയ ഒളിമ്പിക് മെഡല് ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഉരുക്കുമുട്ടിയുടെ ഉടമസ്ഥൻ പറഞ്ഞതെന്തെന്നറിയോ? ഞാനൊരു പുകവലിക്കാരനല്ല, പക്ഷേ ഞാൻ പോക്കറ്റിലെപ്പോഴും ഒരു തീപ്പെട്ടി സൂക്ഷിക്കാറുണ്ട്. എന്തിനെന്നറിയോ? ഒരു തെറ്റ് ചെയ്യാൻ എന്റെ മനസ്സെന്നോട് പറയുമ്പോ ആ സമയത്ത് തീപ്പെട്ടി വരസിയിട്ട് കയ്യിലേക്ക് വെച്ചിട്ട് ഞാൻ പറയും, മുഹമ്മദ് അലി, മുഹമ്മദ് അലി, ഈ തീപ്പെട്ടി കൊള്ളിയുടെ ചൂട് പോലെ നിന്റെ ശരീരത്തിന് സഹിക്കാൻ കഴിയുന്നില്ല. ഈ തെറ്റ് ചെയ്തിട്ട് കിട്ടുന്ന നരകത്തിന്റെ തീ നീ എങ്ങനെയാണ് സഹിക്കുന്നത് മുഹമ്മദ് അലി എന്ന് നരകത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ തന്റെ പോക്കറ്റിൽ തീപ്പെട്ടി വെച്ചൊരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഓർക്കാത്തതുണ്ട്. ഇന്ന് നമ്മൾ കോപ്പ അമേരിക്കയുടെ പുറകിലാണ്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അള്ളാഹു പറയുകയാണ്, ഇത് റബ്ബിനോടുള്ള നന്ദികേടാണ്. ആ നന്ദികേടിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണേ. വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. ആരാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്നറിയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ആയിഷ റളിയല്ലാഹു തആല തന്റെ കൂട്ടുകാരികളോട് കഥ പറയുമ്പോ ആ സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, എന്റെ മടിയിൽ കിടന്നിട്ടാണ് എന്റെ പ്രിയപ്പെട്ട ഹബീബായ മുത്തു വഫാത്തായത്. പക്ഷേ വഫാത്താകുന്ന സമയത്ത് പോലും മടിയിൽ കിടന്ന എന്റെ ഭർത്താവിന്റെ മുഖം ഞാൻ അവസാനമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. കൂട്ടുകാരികൾ ചോദിച്ച്, എന്ത് വർത്തമാനമാണിത്? വിട പറയുന്ന നേരത്തും മടിയിൽ കിടന്ന് നിങ്ങളുടെ ഭർത്താവിന്റെ മുഖം കാണാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തതെന്ന് ചോദിക്കവേ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, അത്രേ, എന്നെ മടിയിൽ കിടന്നിട്ട് എന്റെ പള്ളയോട് ചേർന്ന് കിടന്ന് പല്ല് തേച്ചു കൊടുത്തിട്ടാണ് വഫാത്തായത്. പക്ഷേ ആ സമയത്ത് എന്റെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കൂരിരുട്ടായിരുന്നു. വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്തത് കൊണ്ട് കൂരിരുട്ടിലാണ് എന്റെ ഹബീബന്റെ മടിയിൽ കിടന്നത്. എന്റെ ഭർത്താവ് വഫാത്താകുന്ന നേരത്ത് ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ കിടന്നിട്ട് വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാത്തത് കൊണ്ട് എന്നെ മുത്തായ ഭർത്താവിന്റെ പൂമുഖം എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല. ഈ ആയിഷ ബീവിയാണ് ദിർഹമുകൾ 10,000 കയ്യിൽ കിട്ടിയിട്ട് മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സദഖ ചെയ്ത് കൊടുത്തു തീർത്തത്. ഈ മുത്തുനബിയാണ്. മരിക്കുന്ന നേരത്ത് നമ്മൾ പറയുമല്ലോ, ഇന്നൊരു പ്രവാസി എന്നോട് പറഞ്ഞു, ഉസ്താദേ 10-30 വർഷമായി തിരിച്ചു പോയിട്ട് വീട്ടില് ഭാര്യക്കും മക്കൾക്കും പട്ടിണി കിടക്കാതെ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനമായാല് നാട്ടിൽ പോകാമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യട്ടെ. മരിക്കുന്ന നേരത്ത് നമ്മുടെ മക്കള് പട്ടിണിയിലാവരുത്. ഏറ്റവും വലിയ ആഗ്രഹം ഏതാണ്? എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിലും ഒരാഗ്രഹമുണ്ട്, നാളെ ഞാൻ മരിച്ചു പോയാൽ എന്റെ മക്കളും മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടാവരുത്. ഏതൊരു പുരുഷന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. പ്രവാസികളെ, പൊരിവെയിലത്ത് കിടന്ന് നമ്മൾ കട്ടപ്പെടുന്നത് അതിനു വേണ്ടിയാണ്. പക്ഷെ ഈ ഒരു ചിന്തയില്ലാത്ത ലോകത്തിന്റെ നായകൻ താൻ മരിക്കുന്ന വഫാത്താകുന്ന നേരത്ത് ഭാര്യക്ക് തന്നെ മുഖം കാണാൻ വിളക്കിൽ എണ്ണ പോലും ഇല്ലാത്ത റസൂലുള്ളാഹിയാണ്. അജ്വദൻ നാസി ഫീ റമളാന മിനരീഹ് മുർസലാ. റമളാനിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ കൂടുതൽ പാവപ്പെട്ടവർക്ക് സദഖ ചെയ്തത്. എന്നാൽ ലോകത്തിലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ
ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു നൽകിയ നിഅമത്താണ് സമ്പത്ത് എന്നുള്ളത്. ആ സമ്പത്ത് നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ ചെലവഴിക്കണേ. ഇവിടെയാണ് മനുഷ്യത്വമുള്ളത്. ആ മനുഷ്യത്വത്തിന്റെ ദിവസമാണ്. ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു. കുറെ ദിവസമായി കണ്ടു. ഇന്നും വെറുതെ വാർത്തകളിലൂടെ കണ്ണോടിക്കുമ്പോ കണ്ടു. അങ്ങകലേതോ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് സ്വന്തം മകളുടെ കല്യാണത്തിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവസാനം കുടുംബനാഥന്റെ മരണത്തോടെ അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ പലിശ കൂടിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ജപ്തിയായി വെളിയിലിറങ്ങി വീടിന്റെ മുറ്റത്ത് മക്കളെയും പെൺമക്കളെയും കെട്ടിപ്പിടിച്ച് മഴയത്തും വെയിലത്തും കിടന്ന പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാൻ കഴിയാതെ കടന്നുപോയൊരു കുടുംബം. ആ കുടുംബത്തിന്റെ കഥ മീഡിയ വണ്ണ് എയർ ചെയ്യുന്നത് 12:30 ആ ബാങ്കിന്റെ ഓഫീസിന്റെ പ്രവർത്തകരാറ് പറയുന്നത് ആ വാർത്ത കിലോമീറ്ററുകൾ അകലിരുന്നിട്ട് തന്റെ തിരക്കേറിയ ജീവിതത്തിന്റെ വ്യവസായ ശൃംഖലയുടെ ഉള്ളിൽ ഒരു മനുഷ്യ സ്നേഹി കാണുന്നു. അവരുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു. എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും എന്റെ പബ്ലിക് റിലേഷൻസ് മാനേജരും നിങ്ങളുടെ അടുക്കൽ വരും. എത്രയാണോ കുടിശ്ശിക പൂർത്തിയാക്കി അടച്ചിട്ട് ആ വീട് അവർക്ക് തിരിച്ചു കൊടുക്കണേ. അവരെഴുതുകയാണ് ഫേസ്ബുക്കിൽ, മുതലാളിമാരുടെ വെറും ഒരു ആദ്യത്തെ ശൂരത്വം പോലെ, ആരംഭ ശൂരത്വം പോലെ തോന്നി. പറഞ്ഞ സമയത്ത് അതിന്റെ ഭാരവാഹികൾ അവിടെ എത്തി. പൈസ അടച്ചിട്ടാ താക്കോല് കൊണ്ടുവന്ന് ബാങ്കിൽ നിന്നെടുത്ത് പൂട്ടു തുറന്നിട്ട് കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോ ആ മനുഷ്യന്റെ മുഖത്ത് വന്ന പുഞ്ചിരി, അവസാനം അത്യാവശ്യം ചെലവിനുള്ള പൈസ കൊടുത്തിട്ട് ഇതുകൊണ്ട് ജീവിതത്തിന്റെ ചെലവ് കഴിക്കണേ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് വിട്ടത്. ആ മനുഷ്യ സ്നേഹിയാണ്. ഞാൻ പറയുമെന്ന് നിങ്ങളെ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചെന്ന് കേൾക്കണ്ട. അങ്ങനെ ഒരു ചിന്ത വല്ലാഹി എന്റെ മനസ്സിലില്ല. ആ മനുഷ്യ സ്നേഹിയാണ്. അറിയും തോറും അടുക്കും തോറും എന്നെ വിസ്മയിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ്. എത്രയെത്ര മനുഷ്യത്വത്തിന്റെ കഥകൾ സഹോദരങ്ങളെ. അല്ലാഹു തന്നാലല്ലാതെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. വല്ലാഹി ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇത്രയും നാൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടൊന്നും ഞാൻ ഇതേവരെ ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ പറയൽ അതാരാണെങ്കിലും പറയും, ആരെ കുറിച്ചും പറയും. അതിന്റെ പുറകിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. അങ്ങനെ ആവണം. അത്രയൊക്കെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ അയൽപക്കത്തുകാരന്റെ വീട്ടിൽ പോയിട്ട് നീ ഇന്ന് ഭക്ഷണം കഴിച്ചോന്നൊന്ന് ചോദിക്കാനെങ്കിലും മനസ്സെങ്കിലും നമുക്ക് വേണ്ട. ഇതാണ് റമളാൻ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഞാനിതെന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് പറഞ്ഞാന്ന് കരുതണ്ട. അങ്ങനെ കരുതിയായിട്ട് കുഴപ്പമില്ല. ഇന്നീ വാർത്ത ഫേസ്ബുക്കിൽ കണ്ടപ്പോ ആ വാർത്തയ്ക്ക് കമന്റ് ചെയ്ത ആളുകളുണ്ട്. ധാരാളം ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ജോൺസൺ എന്ന് പറയുന്ന ആൾ കമന്റ് എഴുതിയത്, ദൈവത്തിന് പല മുഖങ്ങളുണ്ട്, ആ മുഖങ്ങളിൽ ഒന്ന് താങ്കളാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം പറഞ്ഞാൽ. പക്ഷെ അതിനകത്ത് വന്ന ആകെ കുറെ മുസ്ലിങ്ങളുടെ കമന്റിൽ ഒരാൾ കമന്റ് ചെയ്ത് കോപ്പ അമേരിക്കയുടെ ലിസ്റ്റ് അവൻ അയച്ചു കൊടുത്തതിനകത്ത്. ഞാൻ വെറുതെ പോലെ നിങ്ങൾ എടുത്തു നോക്കി, ഞാൻ ഇതൊക്കെ നോക്കുന്ന ആളാണ്. അതിനകത്ത് എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചപ്പോ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ കമന്റ് കോപ്പ അമേരിക്കയുടെ ലിസ്റ്റിന്റെ ഫേസ്ബുക്കിൽ ലിങ്ക് അദ്ദേഹം അതിനകത്ത് കമന്റ് ആയിട്ട് അയച്ചു കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്ന കാര്യത്തിൽ നിലപാടുള്ള ആളാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ അതിനു മുമ്പ് ഒരു 2 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ആളാണ്. തിരുത്തി പറയില്ല. അത് കേട്ടപ്പോൾ ആരോ പറഞ്ഞ ഇനിയിപ്പോൾ അങ്ങോട്ട് ചാഞ്ഞാൽ മതി. ആയിക്കോട്ടെ. എൻ്റെ പ്രിയ സഹോദരൻ ഉഷാദ് ബാക്കി അല്ലാഹുവിന്റെ സമാധാനവും ക്ഷമയും നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു. അദ്ദേഹം ഉംറയിലാണ്. ആ വിവരം ആദ്യം അറിഞ്ഞത് ഞാനാണ്. നേരെ ഓടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഒരു സുഹൃത്തെന്ന രീതിയിൽ എൻ്റെ കടമകളൊക്കെ നിർവഹിക്കുമ്പോൾ ഒരാളുടെ കമന്റ് കേട്ടു, ഇതിപ്പോൾ 4 പേരെ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യണാണ്. ആയിക്കോട്ടെ. അവിടെ മരണവീടിൽ നിൽക്കുമ്പോഴും ഒരാളുടെ കമന്റ് കേട്ടു, ഇതിപ്പോൾ നാട്ടിൽ നിന്ന് എല്ലാവരും വരുമ്പോൾ അവരുടെ മുമ്പിൽ വാക്കവിക്ക് ആളാകാൻ വേണ്ടി ചെയ്യുന്നതാണ്. മരണവീടുകളിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മ നഷ്ടപ്പെട്ടു പോയ, മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ് ഇസ്ലാമിക് സെന്ററിന്റെ മുമ്പിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഫേസ്ബുക്കുകളും വാട്സപ്പുകളും നമ്മുടെ നന്മകളെ കൊന്നു തിന്ന് നമ്മളെ നരകത്തിലോട്ട് കൊണ്ടുപോകുമ്പോൾ വ്യക്തിപരമായ ഹത്യകൾ, വ്യക്തിഹത്യകൾ രാഷ്ട്രീയപരമാകട്ടെ
ആദർശപരമാകട്ടെ, സംവാദങ്ങളാകട്ടെ, പ്രതിപക്ഷ ബഹുമാനത്തോടെയുള്ളതായിക്കട്ടെ. പക്ഷേ വ്യക്തിപരമായ ന്യൂനതകളും പോരായ്മകളും കമന്റുകളും ട്രോളുകളുമായി നൽകുന്നത് അത് നമ്മുടെ ആഖിറത്തിലേക്ക് അത്ര നല്ലതല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ. ഇത് മലയാളികൾക്കല്ലാതെ ഈ സ്വഭാവം വേറെ ഒരാൾക്കില്ലതാനും. നിങ്ങൾ ഫേസ്ബുക്ക് നോക്കി, ഈ പരസ്പരം ഈ കമന്റുകളും ഈ എഡിറ്റുകളും അത് നമ്മുടെ മാത്രം ഒരു ദുശീലമായിട്ട് മാറുകയാണ് അല്ലേ? വേറൊരു സമൂഹത്തെ നമ്മൾ നോക്കിക്കോളി. ഇല്ല. എന്തിനാണ് ഇത് ചെയ്യുന്നത്? പോരായ്മകളില്ലാത്തത് ആരാ ഉള്ളത്? ആർക്കാ പോരായ്മകളില്ലാത്തത്? ആർക്കാണ് പരിമിതികളില്ലാത്തത്? നമ്മളൊക്കെ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ ആരാണെന്ന് അവനവൻ തന്നെ ചിന്തിക്കും. എന്റെ രഹസ്യം പരസ്യമല്ല. എന്റെ പരസ്യ ജീവിതത്തിൽ ഞാൻ നല്ലവനാണ്, വാക്കവിയാണ്. നേരത്തെ മൊയ്താജി പറഞ്ഞ പോലെ 3000 സദസ്സ് ആയിക്കോട്ടെ, പക്ഷേ എന്റെ രഹസ്യ ജീവിതത്തെ അറിയുന്നവൻ ഞാനും എന്റെ റബ്ബുമാണ്. എന്റെ റബ്ബോ എന്റെ ജീവിതത്തിന്റെ മുഴുവൻ പോരായ്മകളും പരിമിതികളും ആദ്യം അറിയുന്നത് എന്റെ റബ്ബാണ്. പക്ഷെ അവൻ സത്തറൻ, അവൻ മറച്ചു വെച്ചു. നമ്മളോ അറിഞ്ഞതും അറിയാത്തതുമൊക്കെ ലോകത്തിന്റെ മുമ്പിൽ വിളമ്പിക്കൊടുത്തു. ഒരാളുടെ അഭിമാനത്തെ പിച്ചി ചീന്തി. സഹോദരങ്ങളെ, അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ട് ആഖിറത്തിന്റെ പരാജിതരായി മാറുമെന്ന കാര്യത്തിൽ നാളെ ഈ ഫേസ്ബുക്കും വാട്സപ്പും നിങ്ങളുടെ ഷഫീയും മുഷഫിയും ആവുകയില്ല. ആകോ? നിങ്ങൾ പരലോകത്ത് അള്ളാനോട് പറയോ, പടച്ചോനെ ഞാൻ അവനെ പച്ചയ്ക്ക് തന്നത് അവൻ എന്റെ എതിർകക്ഷി ആയതുകൊണ്ടാണ് റബ്ബിനോട് ന്യായം പറയാൻ പറ്റൂ? ആദർശപരമാകട്ടെ, രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങളിൽ പരസ്പരമുള്ള ആശയ സംവാദങ്ങൾ നടക്കട്ടെ. പക്ഷേ വ്യക്തിഹത്യകൾ, വ്യക്തിപരമായ ന്യൂനതകൾ ഞാൻ എന്റെ പേരിൽ ഒന്നും പേടിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നാം ചെയ്യുന്ന സൽകർമ്മങ്ങളിൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറു അൽ ഹതബാ, തീ വിറകിനെ ഭക്ഷിക്കുന്നത് പോലെ നല്ല ഉണക്ക വിറകാണ്, നല്ല കാണ്ഡമുള്ള വിറകാണ്. പക്ഷേ തീ പടർന്നു പിടിച്ചാൽ പിന്നെ അതൊരു പിടി ചാരമായിട്ട് മാറുന്നത് പോലെ അസൂയയും വിദ്വേഷവും നിങ്ങളെ സൽക്കർമ്മങ്ങളെ ചാരമാക്കി മാറ്റുമെന്ന് ഫകാനത ഹബാമ മനസൂറാ, അത് നാളെ വിതരപ്പെട്ട ധൂളികളെ പോലെ നാളെ മാറുമെന്ന് പറയുമ്പോ നിന്നെ അയൽപക്കക്കാരനോട് കരുണ വേണ്ടേ? അടുത്തവനോട് കരുണ വേണ്ടേ? ഫേസ്ബുക്കിന്റെ വ്യാജ അക്കൗണ്ടിലായേക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ നീ അനോണിമസ് ആയിരിക്കാം, പക്ഷെ അള്ളാഹുടെ മുമ്പിൽ നീ അജ്ഞാതനല്ലല്ലോ, അള്ളാഹുവിന്റെ മുമ്പിൽ നീ അജ്ഞാതനല്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ചെയ്തു കൂട്ടിയ നിസ്കാരങ്ങൾ, ചൊല്ലിക്കൂട്ടിയ ദിക്റുകൾ, എഴുതി വെച്ച സ്വലാത്തുകൾ, അതൊക്കെ നാളെ ആഖിറത്തിൽ നിഷ്ഫലമായി പോകുന്ന ഈ നാവിന്റെ ദുരപദ്രവത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബസ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് അത്ഭുതമാണ് ഈ ആൾക്കൂട്ടം. അള്ളാഹു മലയാളികൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം, പല ഗുണവുമുണ്ട്, അതിൻ്റെ കൂടെ എല്ലാം നശിപ്പിക്കണേ. അള്ളാഹു അതിൽ നിന്ന് മാറി നിൽക്കി. സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ജീവിതത്തിൽ ഒരു ഉപദേശമായിട്ട് എടുക്കണം. ചെയ്യൂലേ? അവനവന്റെ കൈബുകളിലേക്ക് നോക്കി, അവനവന്റെ ന്യൂനതകളിലേക്ക് നോക്കി അള്ളാഹു നമുക്ക് നന്മ നൽകുമാറാകട്ടെ. കൂടുതൽ നീട്ടാനുള്ള സമയമില്ല. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് നന്മ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, വാതിൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബിന സബീലി വലാ തുബദിറ തബ്ദീറാ, നിങ്ങളെ ജീവിതത്തിൽ ആർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞോ, ആർക്കൊക്കെ ചെയ്യാൻ പറഞ്ഞവോ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തു മദീനയിലേക്ക് പോകുമ്പോ മദീനയിലെ അൻസാറുകൾ കാത്തു നിൽക്കുമ്പോ ഹിജ്റയുടെ മണ്ണിലെത്തിയപ്പോ, മദീനത്തെ മണ്ണിലെത്തിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത് അഫ്ശുസ്സലാം അത്തീമുത്താം സല്ലൂ ബില്ലൈലി വന്നാസു നിയാം. ആരെ കണ്ടാലും നിങ്ങൾ സലാം പറയണേ, ആരെ കണ്ടാലും നിങ്ങൾ സലാം പറയണേ. അത് തന്നെ ഒരു ഇഹ്സാനാണ്. അതിന്റെ അർത്ഥം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അള്ളാഹുടെ ശാന്തി സമാധാനവും നിനക്കുണ്ടാവട്ടെ. എങ്ങാനും ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുഖം തിരിക്കണം. എങ്ങാനും ഞാൻ പറയുമ്പോൾ റമളാനല്ലേ, അവനെങ്ങാനും അള്ളാഹു അത് കൊടുത്താലോ എന്ന് വിചാരിക്കുകയാണ് നമ്മൾ. നിങ്ങളൊന്ന് ചിന്തിക്കുകയും അറബ് സഹോദരങ്ങളെ കാണീൻ. അള്ളാഹു സല്ലമക്, അള്ളാഹു യഹ്ഫളക്, അള്ളാഹു അതീകൽ ആഫിയ.
ആരെ കണ്ടാലും മുദീർ തൊഴിലാളിയെ കണ്ടാലും അങ്ങനെ തന്നെ പറയാ. നമ്മളോ ഒരാൾ വന്ന് ഇസ്ലാം ഇസ്ലാം എവിടെ എന്താ ജോലി? ആ നമ്മളാ പറയുമ്പോ തന്നെ നമ്മൾ ഏറ്റവും വലിയ ആളും അവൻ ഇവിടെ ഇതാണ് നമ്മുടെ ജോലി. എവിടെ? തിരൂരെവിടെ? ബിപിയങ്ങാടിയിലാണ്. എന്നാൽ അവൻ്റെ പേരിട്ട് ചോദിക്കൂല. ചോദിക്കൽ സുന്നത്തവൻ്റെ പേരാണ്, അതൊട്ട് നമ്മൾ ചോദിക്കില്ല. നമ്മൾ വലിയ ഇന്റർനാഷണൽ ജോഗ്രഫിക് ചാനലിന്റെ ആള് പോലെ നീ എവിടെ? ഈ ഒരു വിശാലത നമുക്കില്ലാത്തതന്നെ ആരോടും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അറബികൾ കാണുമ്പോൾ അറബികളുടെ സ്വഭാവം ഉത്തമമായ സ്വഭാവമാണ്. ആരെ കണ്ടാലും ഇന്നലെ ഞങ്ങൾ മഹാനായ വലിയ അബീലുബി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അലി നഹ്യാൻ ഹഫിളഹുല്ലാഹു വറഅ മഹാനവറുകളുടെ മജ്ലിസിലാണ്. അറബികൾ ഓരോരുത്തർ വരുമ്പോഴും അവരവരുടെ മുഖം ചേർത്ത് പിടിക്കുന്നു. കറുത്തവനുണ്ട്, വെളുത്തവനുണ്ട്, ചെറിയവനുണ്ട്, വലിയവനുണ്ട്. അല്ലാഹ് സല്ലമക്, അല്ലാഹ് ഹഫളക്, അല്ലാഹ് ഹതീകൽ ആഫിയ കുല്ലു ആമിൻ വഅൻതും ബിഖൈർ. ഇത് പറയാൻ പോലും നമ്മൾ ഇത്രയും നല്ല സ്വഭാവമുണ്ടായ നമ്മളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം എത്ര കുട്സായി നമ്മൾ നോക്ക്. നമ്മുടെ ഹൃദയം നന്നായിട്ടില്ല. ഉണ്ടോ മനുഷ്യന്മാരെ? ഉണ്ടോ? വിരലിയിരിക്കുന്ന തസ്ബീഹിന്റെ വിലയനുസരിച്ചല്ലോ ആഖിറത്തിന്റെ വാതിറക്കൽ. ആഖിറത്തിന്റെ വാതിൽ എവിടെയാണ്? നാളെ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങളുടെ സന്താനം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാത്ത പരലോകത്ത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരൊറ്റ അവയവമേ ഉള്ളൂ. ഏറ്റവും നല്ല ഹൃദയമുള്ളവന്, സന്തോഷമുള്ള ഹൃദയമുള്ളവന്, മറ്റുള്ളവന് നന്മ നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഹൃദയമുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെട്ടവരാണ്. അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെട്ടവരാണ്. നമ്മുടെ ഈ കണ്ണിന് സുറയിട്ടിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന കൽബിനാണ് സുർമയിടേണ്ടത്. കാരണം കൽബിനാണ് വെളിച്ചം വേണ്ടത്. ഹൃദയത്തിന് സൗന്ദര്യമില്ലെങ്കിൽ പിന്നെ നാളെ പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ പോയിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും കരുണ കാണിക്കണേ. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം. ആദ്യം നമ്മൾ കരുണ കാണിക്കേണ്ടത് ആരോടാണ്? രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. രണ്ട് കൂട്ടരോട്. ഒന്ന് കരുണ കാണിക്കണം, രണ്ടാമത് ഇത് കരുണയുടെ പത്താണ്, താനും റഹ്മത്തിന്റെ പത്താണ്. അല്ലേ? ആണോ? അല്ലേ? ഇവിടെ അല്ലേ ഇഫ്താറിന്റെ പത്ത? ഇഫ്താറിന്റെ പത്ത. ഇത് റഹ്മത്തിന്റെ പത്താണ്. റഹ്മത്ത് കിട്ടണമെങ്കിൽ 3 കാര്യം ചെയ്യണം. എത്ര കാര്യം? ഖുർആൻ. തീർന്നു. ഇതൊന്നും ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയണല്ല, ഇത് ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പാവപ്പെട്ടവൻ ഒരു നേരത്തെ അന്നം കൊടുത്താൽ അള്ളാഹു നിന്റെ ദുഃഖം മാറ്റി തരും. അള്ളാഹുവിന്റെ ഖുർആൻ എന്താണെന്നാ നിങ്ങൾ കരുതിയത്? ഈ ഖുർആൻ പോലെ എല്ലാം പറഞ്ഞൊരു ഗ്രന്ഥം വേറെയില്ല. അതിഥി വന്നാൽ എങ്ങനെ സ്വീകരിക്കണം, ഒരു പാവപ്പെട്ടവൻ എങ്ങനെ ഭക്ഷണം കൊടുക്കണം, കൊടുത്താൽ നിനക്ക് എന്ത് പ്രതിഫലം കിട്ടും? സമയമില്ലല്ലോ മനുഷ്യന്മാരെ. എന്താ ചെയ്യുക? അക്കിവൻ കൂടെ നോക്കുന്നുണ്ട്. എന്താ ചെയ്യുക? പറയണമെങ്കിൽ ഇതൊരു വലിയ വിഷയമാണ്, അല്ലേ? ഇത് പറയേണ്ട വിഷയമല്ലേ? അതെ. അപ്പൊ പിന്നെ പറയണം കുറേ ഉണ്ട്. അള്ളാഹുടെ ഖുർആൻ എന്താണെന്നാ നിങ്ങൾ കരുതിയത്? ഖുർആൻ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിന്ന് പറഞ്ഞത് മുഴുവൻ ഖുർആനാണ്. ഞാനൊരു ഖുർആനിന്റെ പ്രചാരകനാണ്. അള്ളാഹുനാക്കി തരട്ടെ. ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ്. അതിഥി വന്നു, ഭക്ഷണം കൊടുത്തു. ഒരു നേരത്തെ ഇഫ്താറൊന്നും വെറുതെ അല്ല, ഇഖ്ലാസോട് കൂടി ചെയ്യണം. ഇഖ്ലാസോട് കൂടി. അല്ലാതെ ഇത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാൻ വേണ്ടി ആവരുത് ഇഫ്താർ. ഇഖ്ലാസ് മൻ അഫ്തറ സായിമ എന്ന് നബി തങ്ങൾ പറഞ്ഞ പ്രതിഫലത്തെ ആഗ്രഹിച്ചിട്ട് ഇഫ്താർ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാതെ അവരെക്കാൾ കൂടുതൽ ഈ ജില്ലയാണ്, ഈ ജില്ലയെ കൂടുതൽ ആ ജില്ലയാണ്, ഒന്നും പാടില്ല. ഇഖ്ലാസ് അതാണ് വലുത്. അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. നീ ചെയ്യുന്നതിൽ ഇഖ്ലാസ് ഉണ്ടാവീൻ എന്ന് എങ്ങനെ ചെയ്യണം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. 2 കാര്യം എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പോരെ ദക്തൂർ? ഞാൻ പെട്ടെന്ന് നിർത്തണമെന്നൊക്കെ പറഞ്ഞാൽ കയറുക. പക്ഷെ വിഷയം പറയാൻ തുടങ്ങിയ പിന്നെ എനിക്കൊരു ലഹരിയാണ്. അതൊരു ലഹരിയാണ്. കാരണം ഇത് ഖുർആനല്ലേ. ഖുർആൻ പറയാത്ത എന്താ ഉള്ളത്? നിങ്ങൾ എൻ്റെ കൂടെ വരീൻ. ജൂൺ 1 സ്കൂള് തുറന്നു, ഇല്ലേ? കുട്ടികളൊക്കെ പോയി. 1, 2, 3, 4
5, 6, 7, 8, 9, 10, 11, 12 എണ്ണൽ സംഖ്യ പഠിക്കാൻ തുടങ്ങി. എൻ്റെ മോളിപ്പഴ സ്കൂളിൽ പോയത്. അള്ളാഹു നല്ല സാലിഹത്തായ മോളാക്കി തരട്ടെ. ഇവിടെ എൻ്റെ മുഖത്തോട്ട് നോക്കി. 1, 2, 3 കുട്ടികളും എല്ലാം എഴുതി പഠിക്കാൻ തുടങ്ങി ഇല്ലേ? യഥാർത്ഥത്തിൽ ആദ്യമായി എണ്ണൽ സംഖ്യ പഠിപ്പിച്ചു കൊടുത്താരാ? ആരാ ദക്തൂർ? നമ്മളിപ്പോ കുട്ടികൾ 1, 2 പഠിക്കാൻ ആദ്യമായി എണ്ണൽ സംഖ്യ പഠിപ്പിച്ചു കൊടുത്താരാ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എന്താ സന്തോഷം എന്റെ പൊന്നു മനുഷ്യന്മാരെ! ആദ്യമായിട്ട് 1 മുതൽ എണ്ണാൻ പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. فدعنا طعام واحد فارسلنا إليهم 2 سيقولون 3 فخذ 4 من الطير سيقولون 5 الذي خلق السماوات والأرض وما بينهما في 6 أيام الذي خلق 7 سماوات طباقا 8 أزواج وكان في المدينة 9 رهط تلك 10 كاملة إني رأيت 11 كوكبا إن عدة الشهور عند الله 12 شهرا. 1 മുതൽ 12 വരെ 1 to 12. മനസ്സിലായോ നിങ്ങൾക്ക്? നീ അതിന്റെ അർത്ഥം പറഞ്ഞു തരണോ? എന്റെ കൂടെ പറ. ഫദുഇലാ തആമിൻ വാഹിദ്. നിങ്ങളെന്താ പത്തേമാരി കയറി വന്ന ഇവിടെ? അറബി പഠിച്ചില്ലേ? വാഹിദ്. ഒന്ന് പറ മനുഷ്യന്മാരെ ഉറങ്ങാതെ. വെറുതെ ഞാനിങ്ങനെ വായിട്ട് കുറച്ചിട്ട് കാര്യമുണ്ട്. ഇത് പറഞ്ഞു പഠിക്കണം. എന്നാലും വാഹിദ്. ഫഅർസൽനാ ഇലൈഹിം 2 സൂറത്ത് യാസീൻ സയഖൂലൂന 3 സൂറത്തുൽ കഹഫ് فخذ 4 من الطير سورة آل عمران سيقولون 5 ഇതിപ്പോ അറബി സബ സിത്തൂന്ന് വായിച്ചമാരെ സംഭവ സെബാസ്റ്റ്യനാണ്. അറബി വായിച്ചപ്പോ സബ സിത്തൂന്ന് 5 الذي خلق السماوات والأرض وما بينهما في 6 أيام 6 الذي خلق 7 سماوات طباقا. ഇങ്ങനെ 1 മുതൽ 12 വരെ നിന്നെ എണ്ണാ പഠിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ ഗണിത ശാസ്ത്രം വല്ലാത്ത ഗ്രന്ഥമാണ്. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. ഞാനൊരു ഗവേഷണത്തിന്റെ ജനാലവാതിൽ തുറന്നു തരികയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്. ഇസ്ലാമിക് സെന്റർ അതിന്റെ തുടക്കമാകട്ടെ. അസ്ഹാബുൽ കഹ്ഫ് 309 വർഷമാണ് ഉറങ്ങിയത്. അവരുടെ എണ്ണം പറയുമ്പോ വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. സിനീന എത്ര വർഷം ഉറങ്ങി? 309 എന്ന് അറബിയിൽ എങ്ങനെയാ പറയാ? 309 വർഷം എങ്ങനെയാ പറയാ? ഇപ്പൊ ഇവിടെ കളരിയാപ്പി. ഒന്ന് പറയും, ഖുർആൻ പഠിക്കണ്ടേ? 309 സനായോ സിനീൻ വർഷങ്ങൾ അല്ലേ? പക്ഷെ ഇവിടെ അള്ളാഹ് പറഞ്ഞ എന്താ? 300 സിനീന വസ്ദാദു 9. 300 സിനീന 300 വർഷവും വസ്ദാദു 9 അതിന്റെ കൂടെ നീ 9 കൂടി കൂട്ടിക്കോ. വസ്ദാദു നീ കൂട്ടിക്കോ. യഥാർത്ഥത്തിൽ അങ്ങനെ അവിടെ വരാൻ പാടില്ല. ഖുർആനിൽ വേണ്ടാത്തൊരു വാക്കെന്തിനാ 300 സന എന്ന് പറഞ്ഞാൽ പോരെ? അതിന്റെ ഇടയിൽ എങ്ങനെ വസ്ദാദു നീ കൂട്ടിക്കോ? സാഹിത്യത്തിന്റെ ഗ്രന്ഥമാണത്. അവിടെ ഇത് പാടില്ല. വസ്ദാദു എന്നുള്ളത് അധികപ്പറ്റൻ വേണ്ടാത്തതാണ്. പക്ഷേ നീ സൂറത്തിലെ കഹ്ഫില് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്ന ആയത്തോട് അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ ജബാ. ആ ആയത്ത് മുതൽ വസ്ദാദു 9 വരെ നീ എണ്ണി നോക്കിയാൽ 309 അക്ഷരങ്ങൾ കൃത്യമാണ്. വസ്ദാദു ഇല്ലെങ്കിൽ 309 കൃത്യമാവില്ല. 309 എന്ന് പറയുന്നിടത്ത് എണ്ണിയാൽ വാക്കെണ്ണിയാൽ 309ാമത്തെ വാക്ക് തിസാൻ. അത് വരണമെങ്കിൽ വസ്ദാദു വേണം. ഇതാരാണ് ഇങ്ങനെ കൃത്യമായി ഒരു ജാമിയ കണക്കിൽ ലോകത്തിന്റെ ഗണിത ശാസ്ത്രജ്ഞന്മാരെ മുട്ടുകുത്തിച്ച ഈ ഗ്രന്ഥമേതാണ്?
ഖുർആനും ഗണിതശാസ്ത്രവും. 4.5 മണിക്കൂർ ഞാൻ പള്ളിയിൽ 7 വെള്ളിയാഴ്ച വാത് പറഞ്ഞാണ്. ഖുർആനും ട്രാഫിക്കും. 2000 cc മുകളിലുള്ള വണ്ടി പാടില്ല കേരളത്തിൽ. 10 വർഷത്തിൽ കൂടുതൽ ഡീസൽ വാഹനങ്ങൾ നിരത്തിന്ന് മാറുന്ന എന്തുകൊണ്ട്? പൊല്യൂഷനാണ് പ്രശ്നം. ലോകത്താധികം ട്രാഫിക് നിയമം പറഞ്ഞത് ഗ്രീൻ ട്രിബ്യൂണൽ അല്ല. നീ നിരത്തിലൂടെ വണ്ടി ഓടിക്കുമ്പോ ബൈക്കിന്റെ സൈലൻസറിന്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് അരോചകമായ ശബ്ദമുണ്ടാക്കിയിട്ട് ഓടിക്കരുത്. അത് അന്തരീക്ഷ മലിനീകരണമാണ്. ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനോട് പറഞ്ഞു, മകനെ വഖ്സിദ് ഫീ മശീക, നിങ്ങൾ ഇവിടെ പാലം കിടക്കുമ്പോ ഓവർ സ്പീഡിന് ഫൈൻ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഓവർ സ്പീഡ് പാടില്ല. വഖ്സിദ് ഫീ മശീക, നിന്റെ സഞ്ചാരത്തിന് മിതത്വം പാലിക്കണേ. ലിമിറ്റ് പരിധിക്കപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. വഖ്ളുമിന സൗതിക, അരോചകമായ ശബ്ദമുണ്ടാക്കിയിട്ട് വാഹനം ഓടിക്കരുത്. ഇന്നൻകറൽ അസ്വാതില സൗത്തുൽ ഹമീർ, ഇത് കഴുതയുടെ ശബ്ദം പോലെ അരോചകമാണ്. ചെറുപ്പക്കാരാ, ഡോളറിന്റെ റിയാലിന്റെ പളപ്പ് കാണിച്ചിട്ട് ബൈക്ക് വാങ്ങിച്ച് അതിന്റെ സൈലൻസർ കട്ട് ചെയ്തിട്ട് നീ ഓടിക്കുമ്പോ അത് കഴുതയുടെ അരോചകമാണ്. അത് അന്തരീക്ഷം മലിനീകരണം ഉണ്ടാക്കുന്നതാണെന്ന് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന്റെ ഖുർആനിന്റെ സഞ്ചാരത്തിന്റെ സാമാന്യ മര്യാദ, ഗണിതത്തിന്റെ മര്യാദകൾ, ഇതൊക്കെ പഠിക്കാൻ നമുക്ക് കഴിയേണ്ടതല്ലേ? അതുകൊണ്ട് റമളാൻ അതിനു വേണ്ടി മാറ്റിവെക്കുക, നന്മക്ക് വേണ്ടി മാറ്റിവെക്കുക, കരുണക്ക് വേണ്ടി മാറ്റിവെക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കരുണ കാണിക്കീൻ, വരുന്നവൻ അന്നം കൊടുക്കീൻ. അതൊക്കെ അവസാനം, അതിൻ്റെ ഇടയിൽ ഒന്നും പറയരുത്, പാടില്ല. ഇപ്പം ഇത് പറഞ്ഞ എൻ്റെ ശ്രദ്ധ മാറിപ്പോവും. ഞാൻ ഇത് എവിടെ നിർത്തണമെന്നറിയാതെ പാടുപെടുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലക്ഷദ്വീപിലാകെ അഗത്തി ദ്വീപിലാണ് എയർപോർട്ട് ഉള്ളത്. ആകെ ആ ദ്വീപുള്ളത് 1.5 കിലോമീറ്റർ വീതിക്കാണ്. 1.5 കിലോമീറ്റർ നീളവും 1/2 കിലോമീറ്റർ വീതിയാണ്. ഫ്ലൈറ്റ് പോയി ഇറങ്ങിയിട്ട് 1.5 കിലോമീറ്ററിൻ്റെ റൺവേയിൽ നിന്നില്ലെങ്കിൽ പിന്നെ കടലിലാണ്. അതിൻ്റെ ഇടയിൽ നിന്നോണം. ആകെ കടലിൻ്റെ നടുവ് ആകെ 1.5 കിലോമീറ്ററാണ് ഉള്ളത്. ഫ്ലൈറ്റ് പോയി ഇറങ്ങിയിട്ട് പടച്ചോൻ അവസാനം നിൽക്കുമ്പോൾ കടലാണ് ഫ്രണ്ടിൽ കാണുക. നിന്നില്ലെങ്കിൽ അതുപോലെ ഇത് എവിടെയെങ്കിലും ഒന്ന് നിൽക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്രയും ആളുകൾ തടിച്ചു കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് 23-ാം തീയതി നാഷണൽ തിയേറ്ററിൽ നമുക്ക് എല്ലാ സൗകര്യം അവിടെ വെച്ച് നന്നായിട്ട് സംസാരിക്കാം. എന്നാലും ഇന്നത്തെ ഒരു കാര്യം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഇറങ്ങിപ്പോകുമ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ ബാക്കി ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പാവങ്ങളെ സഹായിക്കീൻ, കരുണ കാണിക്കീൻ, ഇഹ്സാൻ കാണിക്കീൻ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും. ഖുർആൻ ഒന്ന് മാറ്റിത്തരും. ഹല്ലതാക ഹദീസു ളൈഫി ഇബ്രാഹീമൽ മുക്റമീൻ ഇദ് ദഖലു അലൈഹി വഖാലൂ സലാമാ ഖാല സലാമുൻ ഫമാ ലബിസ അൻ ജാഅ ബിജിലിൻ ഹനീബ്. 98 വയസ്സായിട്ടും മക്കളില്ലാതെ പൊട്ടിക്കരഞ്ഞിട്ട് പടച്ചറപ്പിന്റെ മുമ്പിൽ പ്രയാസം പറഞ്ഞ സാറാ ബീവിയുടെ മുമ്പിലാണ് 2 പാവപ്പെട്ടവർ വന്നത്. ഇബ്രാഹിം നബി ഓടിച്ചെന്നിട്ട് തടിച്ചു കൊടുത്ത പശുക്കുട്ടിയെ പിടിച്ചുകൊണ്ടുവന്ന് അറുത്തവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തപ്പോ ആ വന്ന ആളുകൾ പറഞ്ഞ്, ഇബ്രാഹിമേ, നിന്റെ ഭക്ഷണം കഴിക്കാമെന്ന മനുഷ്യരല്ല ഞങ്ങൾ മലക്കുകളാണ്. ഒരു മകനില്ലാതെ, ഒരു പുത്രനില്ലാതെ പൊട്ടിക്കരഞ്ഞ സാറാ ബീവിക്കും നിനക്കും ഇസ്ഹാഖ് എന്ന മകനുണ്ടാവാ പോവുകയാണ്. പൊന്നു സഹോദരങ്ങളെ, ഈ വിഷയം പറയാൻ എന്റെ മുമ്പിൽ സമയമില്ല. ഏത് പ്രയാസം ഹൃദയത്തിലുണ്ടെങ്കിലും പാവപ്പെട്ടവന് വിളിച്ചൊരു നേരത്തെ അന്നം കൊടുത്തിട്ട് ദുആ ചെയ്യീൻ. അള്ളാഹു പഠിപ്പിച്ചു തന്നു. ഇബ്രാഹിം നബിയുടെ ഭാര്യ പ്രസവിക്കാതെ ദുഃഖിച്ചിരുന്നപ്പോ പാവപ്പെട്ട 2 പേർക്ക് ഭക്ഷണം കൊടുത്തപ്പോ അള്ളാഹു പറഞ്ഞു, ഇസ്ഹാഖ് എന്ന മകൻ ഉണ്ടാവാൻ പോവുകയാണ്. ഈ വിഷയം കരുണ നിസ്സാര വിഷയമല്ല. എത്ര ബുദ്ധിമുട്ടും ഇത് മാറ്റിത്തരും. അതുകൊണ്ട് നീ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്താൽ പ്രയാസം മാറും. 2, നിന്റെ തലമുറകളിൽ ബറക്കത്തുണ്ടാവും. 2 കേട്ടോ നിങ്ങള്, ഇതൊന്നും ഗൂഗിളല്ല.
ഇത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഈ ഗ്രന്ഥം പറഞ്ഞാൽ പിന്നെ സംശയമില്ല. നിന്റെ മക്കളിൽ, ആ മക്കളുടെ മക്കളിൽ നീ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നിന്റെ തറവാട് അവസാനം വരെ മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ടി വരില്ല. കാരണം വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്, കേട്ടോ നിങ്ങള്, ഇസ്ഹാഖ് നബിക്ക് യാക്കൂബ് എന്ന മകനുണ്ടാവും, യാക്കൂബിന് യൂസുഫ് ഉണ്ടാവും. തലമുറകളോളം ബറക്കത്താണ്. നിന്റെ തലമുറകളിൽ സാലിഹീങ്ങളായ മക്കൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് KMCCയുടെയും ഇസ്ലാമിക് സെന്ററിന്റെയും പ്രവർത്തകരോട് നിങ്ങൾ ചെയ്യുന്ന നന്മകളിൽ മുന്നേറുക. അതിൽ യാതൊരുവിധ വിമർശനങ്ങളെയും പേടിക്കാൻ പാടില്ല. അത് ബൈത്തുർ റഹ്മയാകട്ടെ, അത് ദാറുർ റഹ്മയാകട്ടെ, ചെയ്യുന്നത് ഇഖ്ലാസോടെ ചെയ്യുക. എനിക്ക് ഓർമ്മയുണ്ട്, ഇസ്ലാമിക് സെന്ററിന്റെ അവസാനത്തെ പരിപാടിയിൽ പാലക്കാട് KMCCയുടെ നന്മയുടെ നീറുറവുകൾ വറ്റാറില്ല. ആ സദസ്സിൽ പ്രസംഗിച്ചിട്ട് അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട ആളാണ് പറയുന്നത്, അന്നാണ് ഞാൻ പ്രസംഗിച്ചെന്ന് ട്രോള് വന്നത്, മുസ്ലിം ലീഗുകാര് സ്വർഗത്തിലേക്ക് പച്ചപ്പരവതാനി വിരിച്ച് കയറുമെന്ന് ബാക്കവി. ആയിക്കോട്ടെ, പ്രശ്നമില്ല. ഈമാനു മർഇല്ലായ കൂനു തകാമുല ഹത്താ യറാനാ സംബീബിലിൻ മുസ്ലില ഫയകൂനു ദമ്മുഹും വമദ്ഹുഹും സവാ ലം യഖശ ലൗമത ലായിമിൻ ഫീദൽ അലാ. ജനങ്ങളെ ഒട്ടകത്തെ പോലെ കാണണം. പ്രശംസിച്ചാല് പൊന്തത്തുമില്ല, ഇകഴ്ത്തിയാല് താടത്തുമില്ല. കാരണം അള്ളാഹുടെ ദീനിനെ പറയാൻ വന്നവരാണ്. അന്നത്തെ പ്രസംഗം ഓർക്കുന്നുണ്ടാകും നിങ്ങൾ. സ്വർഗത്തില് പരമനാനിക്ക് പച്ച നിറവാന്ന് പറഞ്ഞപ്പോ ഞാൻ അത് തിരുത്തിയിട്ട് പ്രസംഗിച്ചതാണ്. ആണ്, പക്ഷെ ചെയ്യുന്നത് ഇഖ്ലാസോടെ ചെയ്താൽ അവിടെ എത്തും. അതൊന്നും ഉണ്ടായില്ല. ആയിക്കോട്ടെ, അത് അള്ളാഹു തീരുമാനിക്കുന്നതാണ്. റബ്ബ് നമുക്ക് നന്മ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. പാവങ്ങളെ സഹായിക്കണം, നന്മയുടെ പാതയിൽ ഉറച്ചു നിർത്തണമെന്ന് നമ്മുടെ പ്രയാസങ്ങൾ മാറും. എത്ര പ്രയാസങ്ങൾ റബ്ബ് മാറ്റിത്തരട്ടെ. 2, നമ്മുടെ തലമുറകളിൽ സാലിഹീങ്ങളായ മക്കളുണ്ടാകും. വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്, ഇസ്ഹാഖ് നബിക്ക് യാക്കൂബ് നബി ഉണ്ടായി, യാക്കൂബ് നബിക്ക് യൂസുഫ് നബി ഉണ്ടായി. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് കരുണ കാണിക്കണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ആരോടാണ് കരുണ കാണിക്കേണ്ടത്? ആദ്യം കരുണ കാണിക്കേണ്ടത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബിർഹംഹുമാ, റഹ്മത്ത് കാണിക്കേണ്ടത് മാതാപിതാക്കളോടാണ്. റമളാൻ വരുന്നതിന്റെ തൊട്ട് തലേ വെള്ളിയാഴ്ച, ശഅബാനിന്റെ വെള്ളിയാഴ്ച മുത്തുനബിയുടെ മിമ്പറിലെ ദുആയുണ്ട്. അതിലൊരു ദുആ, മാതാപിതാക്കൾ ജീവിച്ചിരുന്നിട്ട് അവരെ കൊണ്ട് സ്വർഗം കിട്ടാത്തവൻ നശിച്ചു പോകട്ടെ. ആ ദുആ ശഅബാന്റെ അവസാനത്തെ വെള്ളിയാഴ്ച വന്നത്. റമളാൻ വരുന്നതിന് മുമ്പ് മാതാപിതാക്കളോട് പരുമ ചെയ്യണേ, അവരോട് പൊരുത്തം വാങ്ങിക്കണേ. ഇല്ലെങ്കിൽ നിന്റെ വരാനിരിക്കുന്ന റമളാൻ നന്നാവുകയില്ലെന്നല്ലേ? അല്ലേ? നമ്മളെ ഹദീസ് എത്ര കേട്ടു? ശഅബാനിന്റെ തലേ വെള്ളിയാഴ്ച ഈ ദുആ ചെയ്തത്. റമളാൻ വരികയാണ്, മാതാപിതാക്കളോട് നീ പൊരുത്തം വാങ്ങിക്കണം, കരുണ കാണിക്കണം. മാതാപിതാക്കളെ നീ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കണേ. ഇല്ലെങ്കിൽ നിന്റെ റമളാൻ സാധൂകരിക്കപ്പെടില്ലെന്നല്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മയും വാപ്പയും അല്ലാഹു ഒരു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. കട്ടിലിൽ കിടന്നിട്ട് വെള്ളം കോരി കൊടുത്താൽ പോലും തൊണ്ടയിലേക്ക് ഇറങ്ങാത്ത അവസ്ഥയിൽ വാപ്പ കിടന്നാലും അല്ലാഹുവേ നീ അവർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാ. കാരണം വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ കുട്ടിയാണ്. വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ കുട്ടിയാണ്. കാരണം കല്യാണത്തിന് പോയാൽ 39 വയസ്സായി എനിക്ക്. കല്യാണം കഴിച്ചിറങ്ങും മുമ്പ് ചോദിക്കും, മോനെ ഭക്ഷണം കഴിച്ച് കൈ കഴുകുമ്പോഴും ചോദിക്കും. കാരണം അപ്പോഴും നമ്മൾ കുട്ടിയാണ്. എപ്പോൾ വാപ്പയും ഉമ്മയും ജീവിച്ച് അവര് മരിക്കുന്നതോടുകൂടെ നമ്മൾ കുട്ടിയല്ലാതെ. താടി നരച്ചാലും മുടി നരച്ചാലും തല നരച്ചാലും വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ കുട്ടിയാണ്. അവര് മരിച്ചാൽ ഇന്ന് നമ്മളെ സ്വീകരിക്കാൻ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മളെ കാത്താളുകളുണ്ട്, കെട്ടിപ്പിടിക്കാൻ ആളുകളുണ്ട്, താങ്ങി നടക്കാൻ ആളുകളുണ്ട്. കാരണം അതൊക്കെ നമ്മളൊരു നിലയിലെത്തിയത് കൊണ്ടാണ്. പക്ഷേ നമ്മൾ ഒരു നിലയിലും എത്താതെ
തത്തിക്കളിച്ചപ്പോ മലവും മൂത്രവും താഴെ കിടന്നപ്പോ നമ്മളൊന്നുമല്ലാത്ത സമയത്ത് നമ്മളെ താങ്ങിപ്പിടിച്ച് നടന്നവരവരാണ്. ഇന്ന് നമ്മളെ താങ്ങിപ്പിടിക്കാൻ ആളുകളുണ്ട്. കാരണം നമ്മൾ ഇന്നൊരു സ്ഥലത്ത് ഒരു നിലയിലെത്തിയിട്ടുണ്ട്. ഒന്നുമില്ലാതെ മലവും മൂത്രവും ഒരേ സ്ഥലത്ത് സങ്കലിച്ച് കിടന്നപ്പോ അന്ന് നമ്മളെ താങ്ങിയെടുത്ത് നടന്നതവരാണ്. അതുകൊണ്ട് അവരോട് നീ നല്ല രീതിയിൽ പെരുമാറണേ. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ ഹമലതുഹു ഉമ്മുഹു വഹിനൻ അലാ വഹിൻ. നിന്റെ ഉമ്മ കട്ടത്തിന്റെ മേൽ കട്ടത സഹിച്ചിട്ടാണ് നിന്നെ പ്രസവിച്ചത്. എന്റെ സഹോദരിമാര് വാതിന് പോകുമ്പോ എഴുതിത്തരും ഉസ്താദേ സുഖപ്രസവത്തിന് ദുആ ചെയ്യണം. ആ വാക്ക് തന്നെ തെറ്റല്ലേ? പ്രസവത്തിന് എന്ത് സുഖമാണുള്ളത്? എന്ത് പ്രസവത്തിന് എന്ത് സുഖം? 140 എല്ലുകൾ ഒന്നിച്ച് ഒടിയുന്ന വേദന. ആ സമയത്തും അവര് വിളിച്ചത് മോനെ, എന്റെ മോൻ വരാൻ പോവുകയാണ്. ഈ വേദന അവര് സന്തോഷമാക്കി. അല്ലാഹുർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, കരുണ കാണിക്കേണ്ടത് മാതാപിതാക്കളോട് കരുണയില്ല. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ, അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ. ലോകത്തിലെ ഏറ്റവും സുഖമുണ്ടായിരുന്ന മെത്ത എന്റെ ഉമ്മയുടെ നെഞ്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളോട്, പ്രവാസികളെ, ജീവിതത്തിൽ അവരോട് കരുണ കാണിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ താങ്ങും തണലുമായി നടന്ന നമ്മുടെ ഭാര്യ, നമുക്ക് ഭക്ഷണം ഒരുക്കി തന്ന, നമ്മുടെ വസ്ത്രം അലക്കി തന്ന, നമ്മൾ വരുന്നതും കാത്തു വാതിൽപ്പടിയിൽ കാത്തുനിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവൾ, അവളോട് നിങ്ങൾ കരുണ കാണിക്കണേ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. റബ്ബ് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ റഹ്മത്തിന്റെ 10 നിങ്ങളെല്ലാവരും അല്ലാഹു റഹ്മത്ത് നമുക്ക് നൽകട്ടെ. അല്ലാഹു റഹ്മത്ത് നമുക്ക് നൽകട്ടെ. 3 കാര്യങ്ങൾ ചെയ്യണം റഹ്മത്ത് കിട്ടാൻ. അത് ആംഗ്യം കാണിച്ച സമയമായി. 3 കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ അൽഹംദുലില്ലാഹ് ഇസ്ലാമിക് സെന്ററിൽ പ്രസംഗിച്ചിട്ട് ഇത്രയും നിശബ്ദമായൊരു സദസ്സ്. സന്തോഷം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതാ പ്രസംഗത്തിന്റെ സത്ത ഇത് ഉൾക്കൊണ്ടു എന്നാണ് എൻ്റെ അർത്ഥം. റമളാന്റെ സത്ത ഉൾക്കൊണ്ടു. 3 കാര്യം റഹ്മത്തിന്റെ 10 റഹ്മത്ത് കിട്ടണമെങ്കിൽ 3 കാര്യം ചെയ്യണം. 1, ഇന്നഹും കാനു യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഏത് നന്മ കണ്ടാലും ആ നന്മയിലേക്ക് ഓടിയെത്തണം. 2, വയദൂനനാ റഗബൻ വറഹബ. പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ റബ്ബിനോട് കാര്യമായി ദുആ ചെയ്യണം. 3, വകാനു ലനാ ഖാശിഈൻ. ഹൃദയത്തിൽ നരകത്തെ പിടിച്ചുള്ള പേടി ഉണ്ടാവണം. എന്നാൽ വഅദ്ഖൽനാഹു ഫി റഹ്മത്തിന. ഖുർആൻ സൂറത്തുൽ അംബിയ. ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ഖുർആനാണ്. വഅദ്ഖൽനാഹു ഫി റഹ്മത്തിന. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നമ്മളെ പെടുത്തും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. ഏത് നന്മ കണ്ടാലും ഓടിയെത്തണം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ വിനീതൻ്റെ നേതൃത്വത്തിൽ അബ്ദുള്ള എഡ്യൂക്കേഷൻ അക്കാഡമി ഒറ്റപ്പാലത്ത് നടക്കാൻ 50 ഹാഫിളീങ്ങൾ അൽഹംദുലില്ലാഹ് 7 പേര് ഹാഫിളീങ്ങളായി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഒരു മോൻ പഠിക്കുന്നു. ബഹുമാനനായ ഡോക്ടർ അബ്ദുറഹ്മാൻ അളവട്ടൂർ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരു മോൻ പഠിക്കുന്നു. 3 മാസമായി ഹിഫ്ള് തുടങ്ങിയിട്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് ഹാഫിളാകുന്ന മോൻ അവനാകും. 120 ദിവസം കൊണ്ട്. ഞങ്ങളെ കുട്ടിയെ കണ്ടില്ല. 1 മാസം 2 മാസം കഴിഞ്ഞ മോൻ ഇത്രയും കഴിവുണ്ടെന്ന് മനസ്സിലായി. ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുകയാണ്. നോമ്പ് 25-ന് ഇൻഷാ അല്ലാഹ് ഹാഫിളായാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ദിവസം കൊണ്ട് സ്കൂളോടുകൂടി സ്കൂൾ വിദ്യാഭ്യാസത്തോടു കൂടി തന്നെ ലൈഫിൽ മാത്രമല്ല, അൽഹംദുലില്ലാഹ് അത്രയും നല്ല മക്കളാണ്. ഞാൻ എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. അൽഹംദുലില്ലാഹ് 25 ദിവസം 50 ഹാഫിളീങ്ങളോടെ ഇഫ്താറിനുണ്ട്. ഒരു ദിവസത്തെ ഇഫ്താറിന് കഴിയുന്ന സഹോദരങ്ങളൊക്കെ സഹായിക്കുക. ഞാനുമായിട്ട് ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ ഒളവട്ടൂരുമായിട്ടോ ഇതിൻ്റെ കോർഡിനേറ്റർ എൻ്റെ പ്രിയ സുഹൃത്ത് സാബർ മാട്ടൂരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഒരു ദിവസത്തെ ഇഫ്താർ 50 ഹാഫിളീങ്ങൾക്ക് ഒരു ദിവസം നോമ്പ് തുറപ്പിക്കാം. ഒരു ദിവസത്തേക്ക് 1000 ദിർഹമാണ് ഒരു ദിവസത്തേക്ക്. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഒരു വലിയ സന്തോഷമാണ്. 50 ഹാഫിളീങ്ങൾക്ക് ഇഫ്താർ നൽകുക. അവർ സ്ഥിരം ഖുർആനിലാണ്. ഞാനിവിടെ വേറെ
വേറൊന്നും പറയുന്നില്ല. ഞാനവിടെ ഇല്ലാത്തതുകൊണ്ട് സ്ഥാപനത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഭാരവാഹികൾ അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഇത്രയും നല്ലൊരു സദസ്സ് ഒരുക്കി തന്ന ഇതിൻ്റെ പ്രവർത്തകർക്കും ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുനസ്സിക്കിനോടും ജസാഖല്ലാഹു അന്ന ജസാ അൽ ഖൈർ. അള്ളാഹു അത്തീക ലാഫിയ വബറക്കല്ലാഹു ഫി അഹ്ലിക് വഫി ഔലാദിക്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഏതായാലും വളരെ സന്തോഷം. ഇത്രയും നല്ലൊരു സദസ്സ് 23-ാം തീയതി നാഷണൽ തിയേറ്ററിലാണ്. എല്ലാവരും നേരത്തെ എത്തുക. അൽഹംദുലില്ലാഹ്, ഇത്രയും സന്തോഷമുള്ള ഒരു സദസ്സ് ഇതിൻ്റെ ഭാരവാഹികൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനു വേണ്ടി ഈ വരുന്ന പണ്ഡിതന്മാരിൽ 3 മലയാളികൾ അതിനുവേണ്ടി സഹായിച്ച ബഹുമാനായ എം എ യൂസുഫ് അലി സാഹിബ്, അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരിലും അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ധാരാളം പ്രവർത്തകരുടെ ഈ സഹായം എത്തിക്കുന്നവർ, അള്ളാഹു അവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഉമ്മാടെ അസുഖം മാറാൻ ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വരുന്ന ജൂൺ 17-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ 10-നും 18-നും ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾക്ക് ഖുർആൻ പാരായണ മത്സരം നടക്കുന്നൊരു ഇസ്ലാമിക് സെൻ്ററിൽ എല്ലാവരും അതിൽ പങ്കെടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകൻ. ഏതായാലും ഇടയ്ക്ക് ബെല്ലടിക്കാതെ അലോസരപ്പെടുത്താതെ നടത്തിയ വാതിന് ഇസ്ലാമിക് സെൻ്ററിൽ മണിയടിക്കാത്ത ആദ്യത്തെ വാളാണിതെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, മാറ്റിവെച്ചാൽ അൽഹംദുലില്ലാഹ്, സാബറിന് സന്തോഷം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تدع لنا ذنبا إلا غفرته ولا حما إلا فرجته ولا دينا إلا أديته ولا مرضا إلا شفيته ولا مريضا إلا عافيته ولا حاجة من حوائج الدنيا والآخرة هي لك رضا ولنا فيها صلاح إلا قضيتها ويسرتها وأصلحتها يا أرحم الراحمين يا ذا الجلال والإكرام يا غفار الذنوب يا ستار العيوب واستر عيوبنا يا ستار العيوب واغفر ذنوبنا يا غفار الذنوب واستجب دعانا يا مجيب الدعوة المضطرين.